ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങാൻ കാരണം എന്തായിരുന്നു മൗലവിമാരെ പറയാൻ കഴിയുമോ നിങ്ങൾക്കത്? നിങ്ങളൊക്കെ സാധാരണക്കാരിൽ നിന്ന് മൂടി വെക്കല്ലേ ഇത് ചെയ്യുന്നത്? എല്ലാ കാര്യങ്ങളും മൂടിവെച്ച് സാധാരണക്കാരെ ചതിക്കുകയാണ് നിങ്ങൾ സാധാരണക്കാരോട് പറയണം സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? എന്തേ ഖുൽ ഹുവല്ലാഹു അഹദ് ഇറങ്ങാനുള്ള കാരണം? മക്കയിലെ മുശ്രിക്കുകൾ വന്നു റസൂലുള്ളാഹിന്റെ അടുത്ത്, വന്നിട്ട് പറഞ്ഞു സിഫ് ലനാ റബ്ബക യാ മുഹമ്മദ്, മുഹമ്മദേ നിന്റെ റബ്ബിനെ പറ്റി ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. നിന്റെ റബ്ബിനാ അള്ളാഹിനെ പറ്റി പറയാ, നിന്റെ റബ്ബിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞതാ. അമിൻ ദഹബിൻ അം ഫിദ്ദ, അവർ ചോദിക്കുക നിന്റെ അല്ലാഹ് സ്വർണത്തിനാൽ ഉണ്ടാക്കപ്പെട്ടതാണോ അല്ല വെള്ളിനാൽ ഉണ്ടാക്കപ്പെട്ടതാണോ? ഈ അബൂജഹലിനെ പോലെയുള്ള മുശ്രിക്കുകൾ വന്നിട്ട് മുഹമ്മദ് നബിയോട് ചോദിക്കുക, നീ പറയുന്ന അള്ളണ്ടല്ലോ അത് സ്വർണത്തിൻ്റെതാണോ വെള്ളിൻ്റെതാണോ? അപ്പോഴാണ് ഇറങ്ങുന്നത് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ എന്താ വിശ്വസിക്കുന്നത്? ഈ അല്ലാഹ് എന്ന് പറയുന്ന ഈ വലിയ ദൈവത്തെ പറ്റി ഒരു വിഗ്രഹമായിട്ട് കാണുകയും കഴിവുകേടുള്ള, പതുക്കെ സംസാരിച്ചാൽ കേൾക്കാത്ത, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ സാധ്യമല്ലാത്ത, ലോകമൊട്ടാകെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിനെ അവർ അള്ളാന്ന് വിളിച്ചു. ആ അള്ളാന്റെ കൂടെ ധാരാളം മറ്റു ദൈവങ്ങളും ലോകത്തിനെ നിയന്ത്രിക്കാൻ വേറെ കുറെ ദൈവങ്ങളും ആ സങ്കല്പിച്ച പച്ച മുശ്രിക്കുകളും അള്ളാഹുവിനെ കൂടാണ്ട് ഒരു ഇലാഹുമില്ല, അള്ളാഹ് കൊടുക്കാത്ത ഒരു കഴിവും ലോകത്ത് ഒരാൾക്കുമില്ല എന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന ഈ മുസ്ലിമീങ്ങളെയും ഒന്നാക്കാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ കൂട്ടരെ? സാധാരണക്കാരെ പറ്റിക്കയില്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളെ മുന്നിലിരിക്കുന്ന കുറെ ബുദ്ധിയില്ലാത്ത കൗമുണ്ട് എന്ന് പറഞ്ഞ്, വിവരമില്ലാത്ത ആളുകളുണ്ട് എന്ന് പറഞ്ഞ് പച്ച നുണയല്ലേ നിങ്ങൾ പറയുന്നത്? ദജ്ജാലൂന കദ്ദാബൂനല്ലേ നിങ്ങൾ? ഇനിയോ ഞാനൊരു ആയത്ത് നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു. അതാ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ, അല്ലാഹുവിനെ കൂടാണ്ട് ഈ ലോകത്ത് മറ്റ് ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലഫസദതാ, ലോകം ഫസാദാകുമായിരുന്നു. ലോകം ഫസാദാകുമായിരുന്നു. വിശുദ്ധ ഖുർആനാണ്, സൂറത്തുൽ അംബിയ 22. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, അള്ളാനെ കൂടാണ്ട് മറ്റു ദൈവങ്ങൾ മക്കയിലെ മുശ്രിക്കുകളെ ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഈ മുശ്രിക്കുകൾ പറയുന്നത് പോലെ അള്ളാഹുവിന് പുറമെ മറ്റ് ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും നശിക്കുമായിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ ദൈവങ്ങളെല്ലാം അള്ളാഹുവിനോട് തല്ലുകൂടുമായിരുന്നു. അതാണ് ലഫസദതായി ഖറജത അൻ നിളാമിഹിമാ അൽ മുശാഹദി ലിവുജൂദി തമാനുഇ ബൈനഹും അലാ വഫ്ഖിൽ ആദതി ഇൻദ തഅദ്ദുദിൽ ഹാകിമി. ഒന്നിലധികം ഒരുപോലെയുള്ള അധികാരമുള്ള ആളുകൾ വരുമ്പോൾ പരസ്പരം പ്രശ്നമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ പോലെയുള്ള മറ്റ് ദൈവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം മുഴുവനും ഒട്ടാകെ തകരാറായി ഫസാദായി ആകെ നശിക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹ് കൊടുത്ത കഴിവാണ് അതിനുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാ ഫസാദ് ഉണ്ടാകുക? അതിനെ കൊന്നുകളയൂലേ? അല്ലെങ്കിൽ ആ ശക്തി ഊരിയെടുക്കാൻ പറ്റൂലേ? അപ്പൊ സ്വതന്ത്രരായ ഇലാഹുകളെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ. അള്ളാഹുവിന് പുറമെ മറ്റു ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഓരോന്നോരോന്നൂടെ പലതും ചെയ്ത് ആകെ തകരാറാക്കുമായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ 91-ാമത്തെ ആയത്ത്. ഇനി ഞാൻ ചോദിക്കട്ടെ മൗലവിമാരോട്, അവർക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ശരിക്കും അവർ വിശ്വസിച്ചിരുന്നു എങ്കിൽ, നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത്? അള്ളാഹുവിനെ പറ്റി യഥാർത്ഥ വിശ്വാസം ഉണ്ടായിരുന്നു ഒന്നും കൂടി നിങ്ങൾ കേട്ടോളെ പറയുന്നതൊക്കെ നല്ല രസമുണ്ട്. കൊടുത്തവരാ, നീ അവർക്ക് ഏറ്റവും പദവി കൊടുത്തവരാണ്. അവർക്ക് ഒന്നിനും കഴിവില്ല. അല്ലെങ്കിൽ അവർക്ക് വല്ല കഴിവും കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും അവരുടെ ഉടമസ്ഥതയിലുള്ളതല്ല. മാലിക്കായ റബ്ബേ, നീ കൊടുത്തതാണ് അതൊക്കെ എന്ന് സമ്മതിച്ചു പറയുന്നു. പച്ചക്കളവ് പറയുന്നു. കളവർത്ഥം വെക്ക ഒരു ഉളുപ്പില്ലല്ലോ ഈ കൂട്ടർക്ക് കളവ് പറയാൻ.
അറബി വായിക്ക, പച്ച കളവർത്തം പറയാ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും എന്തേ അബൂജഹലടക്കമുള്ളവര് മുശ്രിക്കുകളായത്? ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ആഖിറത്തിനെ പറ്റി നിങ്ങൾ ആദ്യം ചിന്തിക്കണം. ഈ പച്ച നുണ പറഞ്ഞ് കളവ് പറഞ്ഞ് ആളുകളെ കബളിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങളെ മരണത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം. അള്ള കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. അള്ള കൊടുക്കുന്ന കഴിവുണ്ട്, കൊടുക്കാത്ത കഴിവുണ്ട്. അള്ളാഹു ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത കഴിവുകളുണ്ട്. അത് അവന്റെ മാത്രം പ്രത്യേകതയാണ്. ആ പ്രത്യേകത അവരൊരു കാലത്തും ഒരാൾക്കും വിട്ടുകൊടുക്കൂല എന്ന് ഗൗരവത്തോടുകൂടെ നമ്മളങ്ങ് പഠിച്ചു മനസ്സിലാക്കി വെച്ചാൽ ഈ വിഷയം വളരെ ലളിതമായി മനസ്സിലാക്കുവാൻ സാധിക്കും. മുശ്രിക്കുകൾ അല്ലാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്, അള്ളാനെ അറിഞ്ഞ ആളാണ്. അടുത്ത് അംഗീകരിച്ചയാളാണ്, അള്ളാനെ റാസിക്കായി അംഗീകരിച്ചയാളാണ്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അതിന് കുഴപ്പമില്ല, നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എല്ലാം നടത്തിയല്ലോ അല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി അർപ്പിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് നോക്കിയിട്ടുണ്ട്, സക്കാത്തം കൊടുത്തിട്ടുണ്ട്, ഒക്കെ നടത്തിയിട്ടുണ്ട്. അബൂജഹൽ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നല്ലോ. ഇയാളും അയാൾ ഒന്നിച്ചു വയ്ക്കരുത്. ഈ ഷാർജന്ന് പോയപ്പോ ഒന്നിച്ചിരുന്നിട്ടുണ്ടാവും ചിലപ്പോ. ഇത്തിക്കാഫിരുന്നല്ലോ പള്ളിയിൽ അബൂജഹലും ഇയാളും. ഉളുപ്പുണ്ട് ഈ മൗലിമാർക്ക്. നിങ്ങൾ ആലോചിച്ചു, അബൂജഹൽ നിസ്കരിച്ചിട്ടുണ്ട്, അബൂജഹൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അബൂജഹൽ പള്ളിയിൽ ഇത്തികാഫിരുന്നിട്ടുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി അർത്തിട്ടുണ്ട്, അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി കുഴപ്പമില്ല, ഇനി പൊതുവുണ്ടാവും. മനസ്സിലായില്ലേ? ദജ്ജാലൂന കദ്ദാബൂൻ, പച്ച നുണ പറയാ. അതാ മക്കയിലെ മുശ്രിക്കുകളാക്കാൻ നന്നാക്കാൻ നല്ല ഭയങ്കര സുഖാണ് ഇവർ. അള്ളാന്റെ റസൂലിനും അത് പറയുമ്പോ അത് പറഞ്ഞുകൂടാ. അബൂജഹലിനെ മതാക്കുമ്പോ വലിയ ഇഷ്ടാണ്. എത്ര നല്ല ആളാണ് അബൂജഹൽ. ഇപ്പൊ ഒരു കുഴപ്പമില്ല അബൂജഹലിന്. നോമ്പ് കുടിച്ചിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എല്ലാം ശരി, കറക്റ്റ് ആണ്, 100% കറക്റ്റ് അബൂജഹൽ. പിന്നെ എന്തിനാ റസൂലുള്ള അവിടെ വന്നത്? എന്തിനാണ് ഈ മുഹമ്മദ് നബി വന്നത്? ഈ തബ്ലീഗുകാർ വന്നിട്ട് നിസ്കരിക്കുന്നവരോട് നിസ്കരിക്കണമെന്ന് പറഞ്ഞ പോലെ പള്ളിക്ക് വന്നവരോട് പള്ളിക്ക് വരിക ഒന്ന് കൊടുത്തിട്ട് സുന്നികള്. അപ്പൊ ഈ തബ്ലീഗിന്റെ ആള് വന്നിട്ട് നീ പള്ളിക്ക് വരണ പോലെ ഓൻ പോകുന്നതിന്റെ പള്ളിക്ക്. ഇതുപോലെ ഈ കൂട്ടർക്ക് വേറെ പണിയുണ്ട്. ഈ അള്ളാഹുവിനെ പറ്റി ഇവർ അള്ളാഹിനെ പറ്റി എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് വയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം കദാലിക സയ്യനാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും ثم ഇലാ റബ്ബിഹിം മർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കാനൂ യഅമലൂൻ. മൗലൈമാരെ, ഈ ആയത്തിന് അർത്ഥം വെച്ചു കൊടുക്കണം നിങ്ങൾ. ഈ ആയത്ത് സാധാരണക്കാരെ മുന്നിൽ നിന്ന് വായിച്ച് അർത്ഥം വെക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ മറ്റു ദൈവങ്ങളെ ലാത്ത ഉസ്സ പോലെയുള്ള ദൈവങ്ങളെ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ. എന്തേ കാരണം? അങ്ങനെ നിങ്ങൾ ലാത്തനെ ചീത്ത വിളിച്ചാൽ അവരെന്താ ചെയ്യുക? അബൂജഹലും കൂട്ടരും അള്ളാനെ ചീത്ത വിളിക്കും. അള്ളാനെ ചീത്ത വിളിക്കും. ആരെ ചീത്ത വിളിച്ചാൽ? ലാത്തനെ ചീത്ത പറഞ്ഞാൽ, ഉസ്സനെ ചീത്ത പറഞ്ഞാൽ, മനാത്തനെ ചീത്ത പറഞ്ഞാൽ അവരാരെ ചീത്ത പറയും? അള്ളാനെ.
ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിൽ വിശ്വാസവും സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ആളുകൾ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ച ആളുകൾ, അള്ളാഹ്ക്ക് വേണ്ടി ഇത്തിക്കാ വരുന്ന ആള് അള്ളാഹിനെ ചീത്ത പറയോ? അള്ളാഹിനെ ചീത്ത പറയോ കൂട്ടരെ? അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി നോക്കിയിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി പള്ളിയിൽ ഇത്തിക്കാവിരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ? ആ അള്ളാഹിനെ പിന്നെ എന്തിനാ ചീത്ത? ഒരു ഭാഗത്ത് ചീത്ത പറയാ, ഒരു ഭാഗത്ത് ഇത്തിക്കാവിരിക്ക. നല്ല രസമായിപ്പോ ഇത്. ഒരു ഭാഗത്ത് അള്ളാഹ്ക്ക് ഇത്തിക്കാവിരിക്കാണ്, അള്ളാഹ്ക്ക് വേണ്ടി അറിവ് നിർത്താണ്. ഇപ്പുറത്തൊന്ന് അള്ളാഹിനെ ചീത്ത പറയാലും. നിങ്ങളോരൊന്നും ഒരുപോലെയാ? രണ്ടുപേരെ കൂട്ടരുന്നുണ്ട് അല്ലേ? അങ്ങനെ അള്ളാഹിനോട് ബഹുമാനവും ഇബാദത്തൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ അല്ല പറയോ അപ്പൊ ഖുർആനൊക്കെ കളവാവുള്ളൂ? അല്ലെങ്കിൽ ഒരു ആയത്തില്ലേ ഖുർആനിൽ? ലാ തസുബ്ബു വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ്. ആ ലാത്തനെയും ഉസ്സനെയും നിങ്ങൾ ചീത്ത പറയോ കളിയാക്കുകയോ ചെയ്യണ്ട. അങ്ങനെ ചീത്ത വിളിച്ചാൽ അവർ അള്ളാഹിനെ ചീത്ത വിളിക്കും, അള്ളാഹിനെ ചീത്ത വിളിക്കും. അപ്പൊ അള്ളാഹിനോട് ബഹുമാനവും ആദരവും അവരെ ഇബാദത്തൊക്കെ അള്ളാഹ്ക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, അള്ളാഹിനെ ചീത്ത വിളിക്കോ? അള്ളാഹിനെ അവർ ചീത്ത വിളിക്കോ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ടല്ലേ ആ സാധാരണക്കാരായ പാവങ്ങളെ ചതിക്കുന്നത്? ഇവരൊക്കെ പറയലുണ്ട്, ഈ സുന്നി മുസ്ലിയാക്കന്മാർ ഖുർആന് അർത്ഥം പറയാറില്ല, ഖുർആൻ ഓതി കുടിക്കാറില്ല, പ്രസംഗത്തിൽ ഇങ്ങനെ ചരിത്രം മാത്രം പറയും, ഖുർആന്റെ അർത്ഥം പറഞ്ഞാൽ ഒരു സുന്നി ഉണ്ടാവില്ല. ഞാൻ ഇപ്പൊ എത്ര ആയത്ത് വായിച്ചു? ഇതൊക്കെ നിങ്ങൾ മൂടി വെച്ചല്ലേ? ഇതൊക്കെ നിങ്ങൾ മൂടി വെക്കുന്ന ആയത്തുകളല്ലേ മൗലവിമാരെ മക്കയിലെ മുശ്രിക്കുകളെ പറ്റി? ഇനിയോ ആ മക്കയിലെ മുശ്രിക്കുകൾ സുബ്ഹാനല്ലാഹ് വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ, അല്ലാഹുവിനെ കൂടാണ്ട് മറ്റു ദൈവങ്ങൾ അവർ ഉണ്ടാക്കുന്നു. ആര്? മക്കയിലെ മുശ്രിക്കുകൾ. യുഹിബ്ബൂനഹും, ആ ലാത്തനെയും ഉസ്സ പോലെയുള്ള ദൈവങ്ങളെ അവർ സ്നേഹിക്കുന്നു. ഏതുപോലെ? കഹുബ്ബില്ലാഹ് ഐ കഹുബ്ബിൽ മുഅ്മിനീന അല്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ മുശ്രിക്കുകൾ അവർ അല്ലാഹനെ, അവർ ദൈവങ്ങളെ സ്നേഹിക്കുന്നു. ആ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത് കാണാം, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹി ഐ യുഹിബ്ബൂന ആലിഹതഹും. ആ മക്കയിലെ മുശ്രിക്കുകൾ അവരെ ദൈവങ്ങളെ സ്നേഹിക്കുന്നു. ഏതുപോലെ? കഹുബ്ബിൽ മുഅ്മിനീന അല്ലാഹ്, മുഅ്മിനീങ്ങൾ അല്ലാഹനെ സ്നേഹിച്ചതുപോലെ, സ്നേഹിക്കുന്നത് പോലെ. ഇമാം ബഗവി മാത്രാണോ? നിങ്ങളെ നേതാവുണ്ട്, നിങ്ങളെ നേതാവും ഇതേ വ്യാഖ്യാനം പറയുന്നു. ആരി? ശൗക്കാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ഖദീറിലും പറയുന്നു ഈ വ്യാഖ്യാനം. അപ്പോ മുശ്രിക്കുകൾ അവരെ ദൈവങ്ങളെ സ്നേഹിക്കുന്നു. എങ്ങനെ? മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ അല്ലാഹനെ സ്നേഹിക്കുന്നത് പോലെ മക്കയിലെ മുശ്രിക്കുകൾ അവരെ ദൈവങ്ങളെ സ്നേഹിക്കുന്നു. അല്ലാഹനല്ല, അല്ലാഹനെ അവർ സ്നേഹിക്കുന്നത്, അവരെ ദൈവങ്ങളെയാണ്. മനസ്സിലായില്ലേ? ഈ നിലക്കുള്ള പച്ച കാഫിരീങ്ങളെ, പച്ച മുശ്രിക്കുകളോടാണോ സുന്നികളെ തുലനം ചെയ്യുന്നത്? ഇനിയോ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ ആറ് ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുമ്പോഴല്ലേ മുസ്ലിമീങ്ങളാകുന്നത്. ഇത് അള്ളാഹിനെ പറ്റി അവരുടെ വിശ്വാസമാണെങ്കിൽ, ഈ നിലക്കുള്ള വികലമായ വിശ്വാസമാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, രണ്ടാമത്തെ കാര്യമില്ലേ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യത്തിൽപ്പെട്ടതല്ലേ? മക്കയിലെ മുശ്രിക്കുകൾ ഏതെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച ആളുകളാണോ? മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിച്ചവരാണോ? വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? വയഖൂലുല്ലദീന കഫറൂ, കാഫിറുകളായ ആളുകൾ പറഞ്ഞു, ലസ്ത മുർസലാ, മുഹമ്മദേ നീ നബിയല്ല, പ്രവാചകനല്ല. وعجبوا أن جاءهم منذر منهم وقال الكافرون هذا ساحر كذاب. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി ഒരു നബിയെന്ന് വിശ്വസിച്ചിട്ടില്ല, പ്രവാചകനാണെന്ന് വിശ്വസിച്ചിട്ടില്ല. അവർ പറഞ്ഞത് എന്താ? ഹാദാ സാഹിറുൻ കذاب, മുഹമ്മദ് പച്ച സാഹിറാണ്, കള്ളനാണ്. ഈമാൻ കാര്യത്തിൽ രണ്ടാമത്തതും പോയി, അതും പൊട്ടി. ഇനി ധാരാളം ആയത്തുകളുണ്ട്. സൂറത്തു സഫാത്ത് 36 നോക്കി.
ഇതാ ചോദിച്ചത്, ഈ ഭ്രാന്തനായ പാട്ടുകാരന് വേണ്ടിയിട്ട് ഞങ്ങൾ ആരാധിച്ച ദൈവങ്ങളെ ഒഴിവാക്കണോ? ഞങ്ങളെ രാത്രി മുസ്ലിം ഒഴിവാക്കണോ? ഈ മുഹമ്മദിന്റെ വാക്ക് കേട്ട് ഈ പാട്ടുകാരനായ ഈ ഷായിറും മജ്നൂൻ ഭ്രാന്തനായ മുഹമ്മദിന്റെ വാക്ക് കേട്ട് ഞങ്ങളെ ലാത്തനി മുസ്ലിനെ ഞങ്ങൾ ഒഴിവാക്കണോ? ഒഴിവാക്കൂല എന്ന് പറഞ്ഞവരാ മുശ്രിക്കുകൾ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇനി നോക്ക്, മൂന്നാമത്തെ കാര്യം, ഈമാൻ കാര്യത്തിൽ അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. എന്താണ് ഖുർആനെ പറ്റി അവർ പറഞ്ഞത്? വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലൂ മാ ഹാദാ ഇല്ലാ റജുലുൻ യുരീദു അൻ യസുദ്ദകും അമ്മാ കാന യഅബുദു ആബാഉകും വഖാലൂ മാ ഹാദാ ഇല്ലാ ഇഫ്കുൻ മുഫ്തറാ. വിശുദ്ധ ഖുർആനെ പറ്റി പറഞ്ഞെന്താ? കെട്ടുകഥയാണ്. ഖുർആൻ അവർ അംഗീകരിച്ചില്ല, ഖുർആൻ നിഷേധിച്ചു. ഖുർആൻ കാദംബരിയാണ്, നോവലാണ്, കെട്ടുകഥയാണ് എന്ന് തള്ളിക്കളഞ്ഞവരാണ് മുശ്രിക്കുകൾ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അങ്ങനെയാണോ? ഖുർആൻ നിഷേധിക്കുന്നവരാണോ മുഅ്മിനീങ്ങൾ? മക്കയിലെ മുശ്രിക്കുകൾ ഖുർആനെ നിഷേധിച്ചു, പച്ചക്കങ്ങ് നിഷേധിച്ചു. വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ. കാഫിറുകൾ പറഞ്ഞു, ഈ ഖുർആൻ കേൾക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസിൻ ഫലമസൂഹു ബിഐദീഹിം ലഖാലല്ലദീന കഫറൂ ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഈ വിശുദ്ധ ഖുർആനിനെ ഒരു ഗ്രന്ഥമായി ഇറക്കി കൊടുത്ത് അത് അവരെ സ്വന്തം കൈകൊണ്ട് തൊട്ടാൽ പോലും ഈ ഖുർആൻ അവർ അംഗീകരിക്കൂല. അല്ലാഹുവിന്റെ കിതാബിനെ നിഷേധിച്ചവരാണ് മുശ്രിക്കുകൾ. അവര് സുന്നികൾ ഒരുപോലെ അല്ലേ? ഇനി കേട്ടോ, മറ്റൊരു കാര്യമാണല്ലോ അഞ്ചാമത്തെ കാര്യം, മലായിക്കത്തുകളോട് വിശ്വസിക്കുക. മലായിക്കത്തുകളെ കൊണ്ട് വിശ്വസിക്കുക. എന്താണ് മലായിക്കത്തിനെ പറ്റി ഒരു വിശ്വാസം? സുബ്ഹാനല്ലാഹ്. ഫസ്തഫ്തിഹിം അലി റബ്ബിക്കൽ ബനാതു വലഹുമുൽ ബനൂൻ. മലക്കുകളെ പറ്റി അവർ പറഞ്ഞു, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, ദേവിമാരാണ്, പെൺമക്കളാണെന്ന് വിശ്വസിച്ചവരാണ് അവർ. അം ഖലഖ്നൽ മലായികത ഇനാസൻ വഹും ഷാഹിദൂൻ വജഅലുൽ മലായികത അല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസാ. സൂറത്തു സുഹ്റുഫ്. ഈ മലക്കുകളെ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വലിയ ദൈവത്തിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചവരാണ് മക്കയിലെ മുശ്രിക്കുകൾ. അതിലും അവരെ ഈമാൻ കാര്യം പോയി. അഞ്ചാമത്തെ കാര്യമാണ് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക. അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക. ഖിയാമത്ത് അന്ത്യനാള് ഈമാൻ കാര്യത്തിൽ പെട്ടതാണല്ലോ. എന്താണ് അവർ പറഞ്ഞത്? വഖാലല്ലദീന കഫറൂ ലാ തഅതീന സആ. ഖിയാമത്ത് നാൾ വരൂല, അങ്ങനൊന്നും ഉണ്ടാവൂല. ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന സംഗതി ഇല്ല എന്നാണ് മക്കയിലെ മുശ്രിക്കുകൾ വാദിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സബ 3 നോക്ക്. ഇനി നോക്ക്, വഖാലല്ലദീന കഫറൂ ഹൽ നദുല്ലുകും അലാ റജുലിൻ യുനബ്ബിഉകും ഇദാ മുസ്ഖതും കുല്ല മുമസ്സഖിൻ ഇന്നകും ലഫീ ഖൽഖിൻ ജദീദ്. സുബ്ഹാനല്ലാഹ്. മരിച്ചാൽ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂലുള്ളാഹിനെ കളിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞു. വഖാലൂ അഇദാ കുന്നാ ഇളാമൻ വറഫാതൻ അഇന്നാ ലമബ്ഊസൂന ഖൽഖൻ ജദീദാ. ഈ നിലയ്ക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അന്ത്യനാളിനെ പച്ചക്ക് നിഷേധിച്ച കൂട്ടരാണ് മക്കയിലെ മുശ്രിക്കുകൾ. ആറാമത്തെ കാര്യമാണ് ഖൈറും ശർറും എല്ലാം അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. എന്താണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്? വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹിയ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ. ഞങ്ങൾ ഇവിടെ ജീവിക്കും, മരിക്കും, സമയമാകുമോ മരിക്കും. ഈ നിലക്കുള്ള അല്ലാഹുവിലുള്ള ഖൈറു ശർറുള്ള വിശ്വാസം ഉള്ളവരല്ല മക്കയിലെ മുശ്രിക്കുകൾ. എല്ലാ ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ചവരല്ല. 6 ഈമാൻ കാര്യങ്ങളെ നിഷേധിച്ച കൂട്ടർ ഇവരാണോ സുന്നികളെ പോലെ എന്ന് പറയുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാത്ത 6 ഈമാൻ കാര്യങ്ങളെ നിഷേധിച്ച ഈ പച്ച മുശ്രിക്കുകളെ ലോകത്തുള്ള മുസ്ലിമീങ്ങളെ പോലെ ഒരുപോലെയാക്കാം. എന്നിട്ട് അറിയാം, അയാൾ നിസ്കരിച്ചിട്ടുണ്ട്, അബൂജഹൽ നോമ്പ് നോക്കിയിട്ടുണ്ട്, അയാൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, പള്ളിയിൽ ഇത്തികാഫ് ഇരുന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ആള് പറയുന്നു അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥനയെ പറ്റി. പ്രാർത്ഥന ഒന്ന് ആദ്യം പറഞ്ഞിട്ടുള്ളൂ. അവസരത്തിൽ അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ചില കക്ഷികൾ ഇവിടെയില്ലേ? അതല്ലേ? ഇല്ല, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് സുന്നികൾ പറയുന്നില്ല. അല്ലല്ലാത്തവരോട് സഹായം തേടാം,
അവരോട് ഇസ്തിഗാഥ നടത്താം, അവരോട് ഇസ്തിആനത്ത് തേടാം, അവരോട് ഇസ്തിംദാദ് ചെയ്യാം, അവരോട് ഇസ്തിശ്ഫാ തേടാം. ഇതാണ് സുന്നികൾ പറയുന്നത്. അതിന് നിങ്ങൾ പ്രാർത്ഥന എന്ന പദം പ്രയോഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്ത് പ്രയോഗിച്ചാലും, നിങ്ങൾ പ്രയോഗിച്ചാലും ശരി, പ്രയോഗിച്ചില്ലെങ്കിലും ശരി, ഞങ്ങൾ ചെയ്യുന്നത് എന്താ? ഞങ്ങൾ ഇസ്തിംതാ ആണ്, അല്ലെങ്കിൽ ഇസ്തിശ്ഫാ ആണ്, അല്ലെങ്കിൽ ഇസ്തിആനത്താണ്, അല്ലെങ്കിൽ ഇസ്തിംദാദാണ്. ഇതാണ് സുന്നികൾ ചെയ്യുന്നത്. അവരോടുള്ള ശഫാഅത്ത് തേടുക, മരണപ്പെട്ടുപോയ മഹാന്മാരോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട്. അത് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ആവൂല. മനസ്സിലായില്ലേ? പഞ്ചസാരന്റെ ബോട്ടിലിന്റെ പുറത്ത് അത് വേറെന്തെങ്കിലും ഉപ്പൂന്ന് പേരെഴുതിയത് കൊണ്ട് പഞ്ചസാര അല്ലാതെ ആവൂല. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഇസ്തിആനത്തിനും ഇസ്തിശ്ഫാഇനും പ്രാർത്ഥന എന്ന് പദപ്രയോഗിച്ചിട്ട് കാര്യമായില്ല മക്കളെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദുആ എന്ന പദത്തിന്റെ ഒരു പരിഭാഷയാണ്. സാങ്കേതികമായ ദുആ. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾ ഇങ്ങനെ സാധാരണക്കാരെ കബളിക്കുന്നുണ്ടല്ലോ. ഞാൻ മംഗലാപുരത്ത് 2016 നടന്ന വാദപ്രതിവാദത്തിൽ നിങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ ദുആഇന്റെ നിർവചനം ഒന്ന് പറയോ? ഞാൻ ഇന്നും വെല്ലുവിളിക്കുന്നു നിങ്ങളോട്. ഇസ്ലാമിലെ സാങ്കേതികമായ ആ ദുആ, അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറയാൻ കഴിയോ നിങ്ങൾക്ക്? അതിന്റെ നിർവചനം ഒന്ന് പറയാൻ കഴിയോ? അതൊന്ന് നിർവചനം പറയുകയുണ്ടെങ്കിൽ എന്താണ് ദുആ? സാങ്കേതിക അർത്ഥത്തിലുള്ള ദുആ എന്താ? അത് പറയും. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലു അൽ മഊന അൽ ഇനായത വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊന. ഇതാണ് സാങ്കേതികാർത്ഥത്തിലുള്ള ദുആ, പ്രാർത്ഥന. ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു ജല്ല ജലാലു, ഒരു അടിമ അവന്റെ ദൈവത്തോട്, അവന്റെ ഇലാഹിനോട് ചോദിക്കുക. അൽ ഇനായത, സഹായത്തിനെ, സംരക്ഷണത്തിനെ. വസ്തിംദാദുഹു ഇയ്യാഹു അൽ മഊനത, അവനോട് സഹായത്തിന് അഭ്യർത്ഥിക്കുക. ഇതിനാണ് ഒരു അടിമ താൻ അടിമയാണെന്ന വിശ്വാസത്തോടുകൂടി, അല്ലെങ്കിൽ ഒരു ശക്തി എന്റെ ദൈവമാണെന്നുള്ള വിശ്വാസത്തോടുകൂടി ചോദിക്കുന്ന ചോദ്യത്തിനാണ് പ്രാർത്ഥന എന്ന് പറയാ. സുന്നികൾ ഒരാളും മുഹ്യിദ്ദീൻ ശൈഖിനെ റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ബദരീങ്ങളെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിനെ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു വ്യക്തി ഒരു ശക്തിയെ പറ്റി ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിനാണ് ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാത്തതിന് പ്രാർത്ഥന എന്ന് പറയൂല, അല്ലാത്തതിന് ദുആ എന്ന് പറയൂല. അതാണ് ഒരു പ്രാർത്ഥന ഇബാദത്താകുന്നതിന്റെയും ആകാതിരിക്കുന്നതിന്റെയും മാനദണ്ഡം. അതാ, അല്ലാതെ കിലോമീറ്റർ അളന്നിട്ട് എത്ര ദൂരമുണ്ട്, അടുത്താണോ ദൂരത്താണോ നോക്കിയിട്ടല്ല, എന്നെ കാണുമോ കേൾക്കോ എന്ന് നോക്കിയിട്ടല്ല. ഈ ചോദിക്കപ്പെടുന്ന ഈ ശക്തിയെ പറ്റി ദൈവമാണോ അല്ലേ, എന്റെ ദൈവമാണെന്ന് വിശ്വാസത്തോടുകൂടി ചോദിച്ചാൽ അത് സാങ്കേതികാർത്ഥത്തിൽ ദുആയാണ്, പ്രാർത്ഥനയാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന, വിളിച്ചു പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ കബളിക്കല്ലേ. നിങ്ങൾ ദുആഇന്റെ നിർവചനം ഇതിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു നിങ്ങളോട്. ആധികാരികമായ പ്രാമാണികമായ ഒരു കിതാബിന്റെ അടിസ്ഥാനത്തിൽ ദുആഇന്റെ നിർവചനം പറഞ്ഞ് തെളിയിക്കാൻ കഴിയോ നിങ്ങൾക്ക്? നിങ്ങൾ കുറെ നിർവചനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. 2002 ഉണ്ടാക്കി, 12 ഉണ്ടാക്കി. മനുഷ്യരിൽ അതീതമായത് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ പിന്നെ കുറച്ചും കഴിയുമ്പോൾ സൃഷ്ടികളെ കഴിവിന് അതീതമായതെന്ന് മാറ്റി, അല്ലേ? ജിന്നൂരികള്, വിസ്ഡംകാര്, നിങ്ങൾ പ്രാർത്ഥന നിർവചനം മാറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയോ എത്തിയിട്ടുണ്ട്, അല്ലേ? ആ നിലക്ക് ഞാൻ ചോദിക്കട്ടെ, മനുഷ്യ കഴിവിൻ്റെതെന്നായാലും സൃഷ്ട കഴിവിന്റെ കഴിവിൽ പെടാത്തതെന്നായാലും ഏതായാലും നിങ്ങൾ ഉന്നയിക്കുന്ന പ്രാർത്ഥനയുടെ നിർവചനം ലോകത്ത് ഏതെങ്കിലും ഇമാമ് ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതിയത് കാണിച്ചു തരാൻ കഴിയോ മൗലവിമാരെ? പച്ച നുണയല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ലേ ആ നിർവചനം? നിങ്ങൾ ഉണ്ടാക്കിയ നിർവചനമാണ്. ലോകത്തോരു ഇമാമിന്റെ കിതാബെന്ന് കാണിക്കാൻ കഴിയില്ല. പച്ചക്കളവുണ്ടാക്കി പറയാ, ആളുകളെ കാഫിറാക്കാൻ വേണ്ടി സ്വയം വാദങ്ങൾ നിർമ്മിക്കുക. ഇതല്ലാത്ത വേറെന്താണ് നിങ്ങളിലുള്ളത്? അതുകൊണ്ട് ആ നിലക്കുള്ളതൊന്നും പറഞ്ഞിട്ടിവിടെ നേടാൻ കഴിയില്ല. ഇനിയോ ഇയാള് ഞങ്ങളെ കാഫിറാക്കാൻ വരിക. ഇത് പണ്ടൊരു പോത്ത് പറഞ്ഞതുപോലെ
എന്റെ ചന്തി കാണുന്ന പറഞ്ഞല്ലേ പോത്തു നോക്കുമ്പോ ഈന്റെ ബാക്കിൽ ചന്തി കാണുന്ന ഇയാൾക്കറിയില്ല എന്ന് പറഞ്ഞ മാതിരി ഞങ്ങളെ കാഫറാക്കാൻ വേണ്ടി വരിക പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട്. അപ്പുറത്ത് ഇവര് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് കാരണം പറഞ്ഞിട്ട് കേന്നുമാരി അവരെ കാഫറാക്ക. അത് ഇയാളെ നിലവിളിക്കുന്നത് കേട്ടോളൂ. നമ്മള് സക്കരിയ സലായി 11 സഹിക്കാക്കുന്നില്ലല്ലേ? നിങ്ങളെ എത്ര കാലായി സുന്നികളെ കാഫറാക്കുന്നത് ശിർക്കാരോപിച്ചിട്ട്? ഇപ്പൊ കിട്ടുന്നത് കിട്ടിയപ്പോ സഹിക്കാൻ കഴിയുന്നില്ല അല്ലേ? സഹിച്ചോളി. കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടതടവില്ലാതെ നിൽക്കുന്ന ഖണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും പച്ചകളവുകളും എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ പുറത്താക്കി. ശിർക്കാരോപിച്ചിട്ട് പുറത്താക്കി. അത് കിട്ടണം നിങ്ങൾക്ക് അല്ലേ? എന്തേ ശിർക്കാരോപിച്ചത്? ജിന്നിനെ വിളിച്ചു, ജിന്നിനെ പ്രാർത്ഥിച്ചു ജിന്നിനോട്. ഇത് ഇവിടെ വന്ന മൗലവിന്റെ ഉപ്പാപ്പയാണ്. അത് മരിച്ചു പോയിട്ടുണ്ട് മാത്രം. മനസ്സിലായില്ലേ? നമ്മളെ ഈ പാട്ടാളി മൗലവിന്റെ മറ്റൊരു കൂട്ടുകാരനാ. അപ്പൊ ഇയാളെ ജിന്നിനെ പ്രാർത്ഥിക്കുന്ന ജിന്നൂരിയാണെന്ന് പറഞ്ഞിട്ട് KNM ശിർക്കാരോപിച്ച് പുറത്താക്കിയെന്ന് ഇയാളിപ്പോ നിലവിളിക്കുക. ഇന്നലെ വന്ന പാട്ടാളി മൗലവിയും KNM ദൃഷ്ടിയിൽ കാഫറാണ്, മുശ്രിക്കാണ്. എന്തേ കാരണം? ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആളാ. ഇയാളെ വന്നിട്ട് നമ്മളോട് പറയാം നിങ്ങൾ ഔലിയാക്കളെ പ്രാർത്ഥിക്കുന്ന കാഫറാണെന്ന്. അപ്പുറത്ത് ഇയാളെ അവർ കാഫറാക്കുന്നു. ഇയാൾക്കറിയില്ല. സാധു. ഇനിയോ വേറൊരു മൗലവിണ്ട് ഇതേ ഗ്രൂപ്പിൽപ്പെട്ട ജിന്നൂരി ഗ്രൂപ്പിൽപ്പെട്ട ആൾ. ഇയാൾ പറയാ KNM പറ്റി. KNM സമ്മേളനം നടത്തുന്ന ഇപ്പൊ എന്തിനാ? കാഫറാക്കാൻ വേണ്ടിട്ടാണ് അത്രേ. കാഫറാക്കാൻ വേണ്ടി സമ്മേളനം, കാഫറാക്കൽ സമ്മേളനം. അയാൾ പറയുന്നത് കേട്ടോളൂ. ഈ സമ്മേളനം എത്ര മുവഹിദുകളുണ്ടോ ഓല മുശ്രിക്കാക്കി മുശ്രിക്കല്ല എണ്ണം വർദ്ധിപ്പിക്കുക എന്ന സന്ദേശം അല്ലേ? അതല്ലേ ഈ പ്രാവശ്യം നടന്നത്? അതന്നെ അന്ന് അത്ര ഇപ്പോഴും ഒന്ന് നടക്കുന്നുണ്ട്. അല്ലേ? എല്ലാ പട്ടണത്തിലും ചെന്ന് മുവഹിദുകളെ മുശ്രിക്കാക്കി. ഇതാ സമസ്തക്കാരെ നിങ്ങളെ കൂടെ കുറച്ച് ആൾക്കാരെ മുജാഹിദിന് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ വേണ്ടേ വേണ്ട. ഈ പ്രാവശ്യത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഈ പ്രാവശ്യത്തെ എനർജി എന്തായിരുന്നു? ഈ പ്രാവശ്യം സമ്പന്നന്മാര് പൈസ ചെലവഴിച്ചെന്തിനാ? എന്തിനാ വലിയ കാറുകൾ കൊടുത്തത്? മക്കളെ കുറെ മുവഹിദുകളെ മുശ്രിക്കാക്കി. നമ്മൾ കാറൊക്കെ കൊടുക്കലുണ്ടല്ലേ? അപ്പൊ മനസ്സിലായി. കാറൊക്കെ മോലിമാർക്ക് കാറൊക്കെ കൊടുക്കലുണ്ട്. കാക്കൽ സമ്മേളനമാണ് മുവഹിദുകളെ എന്നല്ലേ പറഞ്ഞത്? നാവുകൊണ്ട് പറഞ്ഞത് അല്ലേ? അറിയില്ല, ഞങ്ങൾക്കറിയില്ല. എന്നിട്ട് തികയുന്നുണ്ടോ? അതായത് രാത്രി 12:30 ആയിട്ടു അടുത്ത ആളെയും കൂടി മുശ്രിക്കാക്കിയിട്ട് അവസാനിപ്പിക്കല്ലേ? ചോദിക്കുകയാണ്. എന്നിട്ട് 12:30, 12:45, 1:30, 1:45. അപ്പൊ ഇവരുടെ തീർന്നിട്ടില്ല. ഇവർ പച്ച മുശ്രിക്കുകളാണ്. ഇന്നലെ പരിപാടി നടത്തിയ ഈ വിസ്ഡം ഗ്രൂപ്പുകാർ പച്ച മുശ്രിക്കുകളാണ് KNM ദൃഷ്ടിയിൽ. ഇവരാണ് സുന്നികളെ ഇപ്പൊ കാഫറാക്കാൻ നോക്കുന്നത്. എന്നിട്ട് അയാൾ പറയാ മൗലവിമാരിപ്പൊ കാണുമ്പോ സലാം പറയുന്നില്ല അത്രേ. ഓരോന്നിന്റെ കോലം കിട്ടോളൂ. ാണ് ഈ പള്ളിയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ സലാം പറഞ്ഞപ്പോ മുഖം തിരിഞ്ഞു പോയത് ഞാൻ മുശ്രിക്കാണ് എന്ന ധാരണയിലാണ്. നമുക്കതിൽ പ്രയാസമില്ല. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ അസ്ർ നമസ്കാരത്തിന് പുല്ലേപ്പടി പള്ളിയിൽ കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തിലേക്ക് കുനിഞ്ഞു നിന്ന് സലാം പറഞ്ഞപ്പോ ഒന്നിങ്ങനെ തലയാട്ടി എന്നതല്ലാതെ മിണ്ടുന്നില്ല. ആരായിരം മുജാഹിദുകൾ തമ്മിലാണ്. എന്തേ ഈ പ്രശ്നത്തിന് കാരണം? ഒന്നേ ഉള്ളൂ, തെറ്റിദ്ധാരണ. നല്ലത് ധരിപ്പിക്കാനല്ല ഇവിടെ വയല് നടക്കുന്നത്. നമ്മളുടെ പ്രസംഗം തെറ്റിദ്ധാരണ തീർക്കാനാണ്. ഞങ്ങളതല്ല നിങ്ങൾ വിചാരിക്കുന്ന ആളുകളല്ല. അപ്പൊ സലാം മടക്കുന്നില്ല. എന്തേ? ഇവർ കാഫിരീങ്ങളാണ്. ഈ ഇന്നലെ പ്രസംഗിച്ച ഈ വിസ്ഡം ഗ്രൂപ്പുകാർ കാഫിറുകളാണെന്നാ ആര് പറയുന്നത്? KNMകാർ. AP-ക്കാർ ഈക്കക്കാരെ കാഫിറുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈക്കക്കാർ AP-ക്കാരെ കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സംസ്ഥാനക്കാരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഖാദ്രിയ തരീഖത്തുകാർ ഇസ്തിയ തരീഖത്തുകാരെ പറ്റി കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവര് പരസ്പരം കാഫിറാക്കുക. അത് വ്യക്തമായി തന്നെ പറയുന്നു. ഞങ്ങളുടെയുള്ള ഭിന്നിപ്പ് സുന്നികളുടെ AP-ക്ക പോലുള്ള ഭിന്നിപ്പല്ല, തൗഹീദിന്റെ പേരിൽ തന്നെ ഉള്ള ഭിന്നിപ്പാണ്. 11
സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഏർപ്പാടുകൾ തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അബ്ദുസ്സലാം സുല്ലമിയും മടവൂരികളും അത് ശരിയാണ്, സഹിഹാണ്, അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അതാ ഞങ്ങളും മടവൂരികളും തമ്മിലെ വ്യത്യാസം. APEK തമ്മിലുള്ളത് പോലെ വ്യത്യാസമല്ല, ഞങ്ങൾ ശരിക്കും ആദർശപരമാണ് വ്യത്യാസമെന്ന് മടവൂരികളും പറഞ്ഞ് ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒക്കെ ബാത്തിലായി. ഏപ്പിക്കാരും ഈകക്കാരും പോലുള്ള ഭിന്നിപ്പല്ല മുജാഹിദികളുടെ ഇടയിലുള്ള ഭിന്നിപ്പ്. ശരിക്കും ആദർശത്തിലും ആശയത്തിലാ ഭിന്നിപ്പുള്ളത് എന്ന് പറഞ്ഞാൽ തൗഹീദിലാണ് ഭിന്നിപ്പുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുക. അവൻ ഇവനെ കാഫറാക്കുന്നു, ഇവനെ കാഫറാക്കുന്നു. ഓരോ തൗഹീദ് ഇങ്ങനെ മാറി മാറി പോവുകയല്ലേ. അതാ വേറെ മൗലവി പറയുന്ന തൗഹീദിന്റെ കോലം. 2012 മാറ്റി പറഞ്ഞല്ലോ. അതുവരെ ഒരു വാദം, അതിനുശേഷം വേറെ വാദം. മാത്രമല്ല അങ്ങനെ ആദർശ വിശദീകരണവുമായി ഇറങ്ങിയപ്പോ പ്രവർത്തകർക്കുള്ള ക്ലാസ്സിൽ ഒന്ന്, അതേപോലെ തന്നെ പുറത്തിറങ്ങിയപ്പോ വേറൊന്ന്. ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നതല്ല മറ്റൊന്ന്, അല്ലേ? ഇങ്ങനെ ഇന്ന് 20 എന്ത് പറയുമെന്ന് അറിയില്ല, പിന്നത്തെ പരിപാടിയിൽ എന്ത് പറയണമെന്ന് അറിയില്ല. ഇന്നലെ കേസോട് വന്നിട്ട് പറഞ്ഞത് എന്താണ്, മറ്റേ നാൾ ഉള്ളാളത്ത് വന്നിട്ട് 10-ാം തീയതിക്ക് എന്ത് പറയുമെന്ന് അറിയില്ല, ഇനി 20-ാം താരീഖിന് വേറെ സ്ഥലത്ത് പോയിട്ട് എന്ത് പറയുമെന്ന് അറിയില്ല, അടുത്ത കൊല്ലത്തിന്റെ തൗഹീദ് എന്താകുമെന്ന് അറിയില്ല. ഇങ്ങനെ ഓരോ തൗഹീദല്ലേ കൊല്ലവും മാസവും മാറുന്ന സമയം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഈ മാളുകളിൽ ഉണ്ടാക്കുന്ന ഓഫർ പോലെയാണ് ഇവരെ തൗഹീദ്. ഓരോ ടൈം വരുമ്പോ ഓരോ ഓഫറുകൾ, ഓരോ തൗഹീദ്. ഇനിയിപ്പോ മഴക്കാലം വരാണ്, അപ്പൊ വേറെ തൗഹീദ് വരും. മഴക്കാലം കഴിഞ്ഞിട്ട് തണുപ്പ് കാലം വരുമ്പോ വേറൊരു തൗഹീദ്, തണുപ്പ് കാലം കഴിഞ്ഞ് ചൂട് കാലം വരുമ്പോ വേറൊരു തൗഹീദ്. ഇങ്ങനെ തൗഹീദ് മാറാ. ഉളുപ്പുണ്ടോ കൂട്ടരെ നിങ്ങൾക്ക്? നിങ്ങൾ ആദ്യം ഒന്ന് മീറ്റിംഗ് കൂടിയിട്ട് എല്ലാവരും ഒന്ന് ഒരു തൗഹീദ് ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ പോരെ സുന്നികൾക്ക് എതിരായി സംസാരിക്കാൻ. ഓരോ തൗഹീദ്, ഓരോ മാസത്തിൽ ഓരോ തൗഹീദ് അപ്ഡേറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് അയാൾ പിന്നെ പറഞ്ഞെന്താ, ദർഗയിലേക്ക് പോകുന്നതിനെ പറ്റിയാണ്. ദർഗയിലേക്ക് സുന്നികൾ പോകുന്നതിനെ പറ്റി ആണ് ആദ്യം പറയട്ടെ. ഈ ഔലിയാക്കന്മാരുടെയൊക്കെ കബറുകൾ പോണത് എന്തിനാ? ബർക്കത്തെടുക്കാനാണ്. അവരിൽ നിന്നിങ്ങോട്ട് മദത് തിരിച്ചു കിട്ടണം. ആ മദത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? സഹായം. അപ്പൊ അവരിൽ നിന്ന് സഹായം തേടാനാണ് കബറുകളിലേക്ക് പോകുന്നത്. ഇതാര് പഠിപ്പിച്ചതാ? ഏത് ശൈത്താനാണ് ഇത് പഠിപ്പിച്ചത്? അത് ശൈത്താനല്ല, അത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. അത് സ്വഹാബത്തിന്റെ നടപടിയാണ്, അത് താബീങ്ങൾ നടപടിയാണ്. മഹാന്മാരെ ദർഗയിലേക്ക് സ്വഹാബത്ത് പോയിട്ടുണ്ട്, താബീങ്ങൾ പോയിട്ടുണ്ട്, മഹാന്മാരായ അയിമ്മത്തുകൾ പോയിട്ടുണ്ട്. 100 കണക്കിൽ തെളിവുകളുണ്ട്. ഇൻഷാ അല്ലാഹ് 10-ാം തീയതി നിങ്ങൾ ഒരു സബ്ജക്ട് വെച്ച് ഉള്ളാളത്ത് വരുന്നുണ്ടല്ലോ, മഹാന്മാരുടെ ദർഗകൾ അഭയകേന്ദ്രങ്ങളാണോ എന്ന്. ഇൻഷാ അല്ലാഹ് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ വരുന്നുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ദർഗകൾ അഭയകേന്ദ്രങ്ങളാണോ, ദർഗകൾക്ക് ആരെല്ലാം പോയിട്ടുണ്ട്? സ്വഹാബത്ത് പോയിനോ? താബീങ്ങൾ പോയിട്ടുണ്ടോ? ഇമാമീങ്ങൾ പോയിട്ടുണ്ടോ? കിതാബുകൾ വല്ല തെളിവുണ്ടോ? നിങ്ങളെ നേതാക്കന്മാർ തന്നെ എന്താണ് അതിനെ പറ്റി പറഞ്ഞത് എന്ന് ഇൻഷാ അല്ലാഹ് 11-ാം തീയതി ഉള്ളാളത്ത് ഞാൻ പറയാം. ഇന്ന് ഇവിടെ അതിലേക്ക് കടക്കുന്നില്ല. ആ ദർഗയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ മുഴുവനും ഇൻഷാ അല്ലാഹ് 11-ാം തീയതി ഉള്ളാളത്ത് നടക്കുന്ന പരിപാടിയിൽ ഞാൻ പറയാം. ഇനി അടുത്തത്, നമ്മള് ഔലിയാക്കളെ അതിർവിട്ട് ഇങ്ങനെ പ്രശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത അവലാതി പറയാണ്. സമൂഹത്തിന് പറ്റിയ അബദ്ധം എന്താണ്? ഈ സമൂഹത്തിന് എന്താണ് സംഭവിച്ചത്? ഇവര് മഹാത്മാക്കളായ ആളുകളെ അതിരുവിട്ട് പ്രശംസിച്ചതാണ് തകരാറിലായത്. നൂഹ് നബിയുടെ ജനതക്ക് പറ്റിയത് അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജനതക്ക് പറ്റിയത് അതാണ്. മൂസ നബിയുടെ ജനതക്ക് പറ്റിയത് അതാണ്. ഈസാ അലൈഹിസ്സലാമിന്റെ ജനതക്കും പറ്റിയത് അതാണ്. മഹാന്മാരായ ആളുകളെ അതിരുവിട്ട് അവര് പുകഴ്ത്തി പറഞ്ഞു. അള്ളാനെ കുറിച്ചു പറയേണ്ടത് ഇവരെ കുറിച്ചും പറയുകയാണ്. ഈ ഒരു അപകടം നമ്മുടെ സമൂഹത്തിൽ വരാതിരിക്കാൻ ഞങ്ങള് അതിർവിട്ട് പ്രശംസിച്ചു. അള്ളാനെ പറ്റി പറയുന്നത് മഹാന്മാരെ പറ്റി പറഞ്ഞു. അത് പച്ച നുണയാണ്. യഥാർത്ഥ സുന്നികൾ ഒരാളും
അള്ളാഹുവിനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വിശേഷണം ഒരു വലിയനിക്കോ ഒരു നബിക്കോ കൊടുത്തിട്ടില്ല. അത് കൊടുക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. واحكم بما شئت مدحا فيه واحتكمي مولاي صل وسلم. دعمته النصارى في نبيهم. നസ്വാറാക്കൾ അവരെ പ്രവാചകരാകുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നീ മുഹമ്മദിനെ പറ്റി നബിനെ പറ്റി പറയാൻ പാടില്ല. ഒരു നബിനെ പറ്റിയും ഒരാളെ പറ്റിയും പറയാൻ പാടില്ല. എന്താണ് ക്രിസ്ത്യാനികൾ ഈസാ നബിനെ പറ്റി പറഞ്ഞത്? അള്ളാന്റെ പുത്രനാണ്, അള്ളാന്റെ മകനാണ്, ദൈവത്തിന്റെ അംശമുള്ള ആളാണ് എന്നാണ് ക്രിസ്ത്യാനികൾ ഈസാ നബിനെ പറ്റി പറഞ്ഞത്. അതുപോലെ ദൈവത്തിന്റെ പുത്രനാണെന്നോ ദൈവികമായ അംശങ്ങളുള്ള ആളാണെന്നോ ഒരു നബിനെ പറ്റിയും പറയാൻ പാടില്ല. ഒരു ഔലിയാക്കളെ പറ്റും പറയാൻ പാടില്ല. ഇത് വിശ്വസിക്കുന്നവരാണ്, ഇത് പഠിപ്പിക്കുന്നവരാണ്. അള്ളാഹ്ക്ക് മാത്രം ഒരു ഖാസായ കാര്യം ലോകത്ത് ഒരാൾക്കും വെച്ചു കൊടുക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു വലിയ ദൂരെ നിന്ന് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നല്ല, ദൂരെ നിന്ന് കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ പാടില്ല എന്നല്ല. കാരണം ദൂരെ നിന്ന് കാണാനും കേൾക്കുക എന്നത് അള്ളാഹുവിന്റെ മാത്രം ഒരു വിശേഷണമായി ലോകത്ത് ഒരാളും പഠിപ്പിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ അതാ ഇടയ്ക്ക് വെച്ചുകൊണ്ട് പറയുന്നു, യാ സാരിയ അൽ ജബല അൽ ജബല അൽ ജബല യാ സാരിയ, ഓ സാരിയ പർവ്വതത്തിനെ ഒന്ന് ശ്രദ്ധിക്കണേ, പർവ്വതത്തിന്റെ ഭാഗം ഒന്ന് നോക്കണേ. സുബ്ഹാനല്ലാഹ്, സാധാരണ എന്നും ഖുതുബയിൽ പറയാത്തൊരു വാക്യം പറഞ്ഞപ്പോ നിസ്കാരവും കഴിഞ്ഞതിന്റെ ശേഷം ആളുകൾ ചോദിക്കുന്നു, എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് അവர்களെ ഇന്നൊരു പ്രത്യേകമായ ഒരു വാക്ക് പറഞ്ഞല്ലോ? സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഞാൻ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1800 കിലോമീറ്ററും അപ്പുറം നഹാവന്തിൽ യുദ്ധം ചെയ്യുന്ന സാരിയ, ആ സാരിയ റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശത്രുക്കളതാ പർവ്വതത്തിന്റെ പിന്നാലെ കൂടെ വരുന്നത് ഞാൻ കണ്ടു. ആ കണ്ടപ്പോൾ സാരിയനെ ഞാൻ വിളിച്ചതാണ്. 1800 കിലോമീറ്റർ അപ്പുറമുള്ള സാരിയ റളിയല്ലാഹു അൻഹു നഹാവന്തിൽ നിന്ന് ആ വിളി കേൾക്കുന്നു. ചോദിക്കട്ടെ, അടുത്തു ദൂരെന്ന് കാണാൻ കഴിയും അള്ളാഹ്ക്ക് മാത്രമുള്ളതാണെങ്കിൽ ഉമർ ഖത്താബിനെ കാണാൻ കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമുള്ള ഒരു കാര്യം അള്ളാഹു ഒരാൾക്കും കൊടുക്കൂല, അത് ഒരു നബിക്കും കൊടുക്കൂല, ഒരു വലിയനിക്കും കൊടുക്കൂല. അതുകൊണ്ട് ദൂരെ നിന്ന് കാണുക കേൾക്കുക എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേകതയല്ല. അത് ചില ഔലിയാക്കൾക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കും, അതുപോലെ തന്നെ അമ്പിയാക്കൾക്ക് കാണിച്ചു കൊടുക്കും. എത്ര സംഭവങ്ങളാണ്. ഞാനിപ്പോൾ അതിന്റെ തെളിവുകളിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. നിങ്ങൾ അതിനെ വിരോധിച്ചാൽ എതിർത്താൽ ഇൻഷാ അല്ലാഹ് കൊട്ടക്കണക്കിൽ തെളിവുകൾ ഞാൻ പറയും. ഒന്നോ രണ്ടോ തെളിവുകളല്ല, ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയും, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയും മഹാന്മാരുടെ കഴിവ്. അതുകൊണ്ട് അത്തരം ചില കറാമത്തുകളും മൂജിസത്തുകളും ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും ഉണ്ട് എന്ന് പറയുന്നത് അതൊക്കെ അതിർവിട്ട് അവരെ പ്രശംസിക്കലല്ല, അതവരെ കറാമത്തിന് അംഗീകരിക്കലാണ്, അവരെ മൂജിസത്തിന് അംഗീകരിക്കലാണ്. മനസ്സിലായില്ലേ? അത് പറയുമ്പോ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവരോട് വെച്ചു കൊടുത്തു, മറ്റേത് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്നത് അത് പൊട്ടത്തരങ്ങളാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നടുത്ത് ഇനി അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ സ്വലഫികളെ പറ്റി സുന്നികള് എന്താണ്, സലഫികളെ പറ്റി സുന്നികൾ ആരോപിക്കുന്ന ഒരു ആരോപണമാണ് സലഫികൾ അമ്പിയാക്കളെ ഔലിയാക്കളെ മഹാന്മാരെ ബഹുമാനിക്കുന്നില്ല എന്ന്. ഞങ്ങൾ അമ്പിയാക്കളെയും ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. കേട്ടോളൂ.
എപ്പോഴും പറയും ഇവർക്ക് അമ്പിയാക്കളോട് ബഹുമാനമില്ല, സെൽഫികൾ അവര് പഴച്ചവരാണ് പോലും. എന്തേ കാരണം? അവർക്ക് നബിമാരോട് ബഹുമാനമില്ല, ശുഹദാക്കളോട്, സാലിഹീങ്ങളോട്, ഔലിയാക്കളോട് ബഹുമാനമില്ല. ആരെ പറഞ്ഞു ബഹുമാനമില്ല എന്ന്? പക്ഷേ ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ബഹുമാനമില്ല. ആരും പറയണ്ട, ഞങ്ങൾ തന്നെ പറയുന്നു. ഞാൻ കേൾപ്പിക്കാം. അള്ളാന്റെ റസൂലിനെ പറ്റി നിങ്ങളെ മൗലവിമാര് പറയുന്നത് കേട്ടോളൂ. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്, പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സാധാരണ മുഹമ്മദാണ്. അപ്പോ കേട്ടോ, അള്ളാന്റെ റസൂലിനെ പറ്റി സാധാരണ മനുഷ്യനാണെന്നാ ഈ മൗലവി പറയുന്നത്. എന്നിട്ട് പറയാം ഞങ്ങൾ അമ്പിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്, ഔലിയാക്കളെ ബഹുമാനിക്കുന്നവരാണ്. ഇതാണോ ബഹുമാനം? പച്ചയായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. ഇനി ഇതിനേക്കാളും അപകടം പിടിച്ചൊരു വാക്കയാൾ പറയുന്നത് കേട്ടോളൂ അടുത്ത ക്ലിപ്പിൽ. പറയുക പ്രവാചക, നിശ്ചയമായി ഞങ്ങൾ ഒരു മനുഷ്യനാണ്. എന്നിട്ട് പറയുന്നതറിയോ? മിസ്ലുക്കും, നിങ്ങളെപ്പോലെ. ആ നിങ്ങളെപ്പോലെ എന്ന് റസൂൽ പറയുമ്പോൾ അത് ആരോടായിരിക്കും? ആ റസൂലിന്റെ പ്രഥമ സംബോധിത സമൂഹത്തോട്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്. അവരോട് പറയാൻ ഞാൻ നിങ്ങളെപ്പോലെ. അത് ഏതൊക്കെ കാര്യത്തില് കാഴ്ച, കേൾവി, മറവി. നോക്കൂ, വല്ലാത്ത കണ്ടുപിടുത്താണ്. ഇയാൾ ജിന്നൂരിയാണ്, വിസ്ഡം ഗ്രൂപ്പുകാരനാ, മുജാഹിദ് ബാലുശ്ശേരിയാണ്. ഇയാൾ പറയുന്നു നബിയെ പറയണം, ഞാൻ നിങ്ങളെ പോലെയുള്ള മനുഷ്യനാണ്. ആരോടാ പറഞ്ഞത്? കും എന്ന് പറയുന്നത് നിങ്ങളെ പോലെ. ഈ നിങ്ങൾ എന്നതിൽ ആരൊക്കെ പെട്ടു? കാഫിറുകളും അബൂജഹലും ഒക്കെ പെട്ടു എന്ന് അയാൾ തന്നെ പറയാ. ക്രിസ്ത്യാനികൾ പെട്ടു, മുശ്രിക്കുകൾ പെട്ടു. അവരെ പോലെയുള്ളൊരു മനുഷ്യനാണ്. ഏത് വിഷയത്തിൽ? എന്നിട്ട് പറയുന്നു ഏത് വിഷയത്തിൽ? കാഴ്ചയിലും കേൾവിയിലും. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂലിന്റെ കാഴ്ചയും കേൾവിയും സാധാരണ ക്രിസ്ത്യാനികളുടെയും മുശ്രിക്കുകളുടെ കേൾവി പോലെ ആയിരുന്നു. നബിയുടെ കാത് അങ്ങനത്തെ കാതാണോ? നബിയുടെ കണ്ണ് അങ്ങനത്തെ കണ്ണാണോ? സുബ്ഹാന ജല്ല ജലാലു. ഇന്നി അസ്മഉ മാ ലാ തസ്മഊൻ. നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരെ കാത് പോലത്തെ കാതാണോ? അല്ല. മുഹമ്മദ് നബിയുടെ ശരീരത്തിൽ കൊലിക്കുന്ന വിയർപ്പ് കസ്തൂരിയുടെ സുഗന്ധമുള്ള വിയർപ്പ. അവരെ പോലെയുള്ള ശരീരമാണോ? കാഴ്ച അങ്ങനെയുള്ളതാണോ? സുബ്ഹാനല്ലാഹ്. ഇന്നി അറാകും മിൻ വറാഇ ളഹ്രി. എന്റെ ബാക്കിൽ നിന്നും ഞാൻ നിങ്ങളെ കാണുന്നു. മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ നിലക്ക് അത്ഭുതകരമായ കാഴ്ചയും കേൾവിയുള്ള മുഹമ്മദ് നബിയെ ക്രിസ്ത്യാനികളുടെയും മുശ്രിക്കുകളുടെയും കേൾവി പോലത്തെ കേൾവിയെ മുഹമ്മദ് നബിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപമാനിക്കുകയാണ് മൗലിമാർ. എന്നിട്ട് പറയാ ഞങ്ങൾ അമ്പിയാക്കളെ ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ ബഹുമാനിക്കുന്നു. നിങ്ങൾ ഏത് ഒലീനെ ബഹുമാനിച്ച ഒന്ന് കാണിച്ചരി. നിങ്ങൾ ഏതെങ്കിലും ഖുർആനിൽ വന്ന മറിയം ബീവി അത് ഖുർആനിൽ വന്നത് കൊണ്ട് സലാമത്തായി പോയി. അല്ലാത്ത ഏതെങ്കിലും സ്വഹാബി അല്ലാത്ത ഈ അതിന്റെ ശേഷം വന്ന ഏതെങ്കിലും വലിയന്റെ കറാമത്ത് നിങ്ങളൊന്ന് പറയും അംഗീകരിച്ചത്? ഏത് വലിയന്റെ കറാമത്താണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? ഏത് ഒലീനെയാ നിങ്ങൾ ബഹുമാനിച്ചതെന്ന് പറയും. എനിക്ക് കേട്ട് ഞങ്ങൾക്ക് ഇവരൊക്കെ ഇബ്രാഹിം നദൂമിനെ പറ്റി പറയുന്നത് കേട്ടോളൂ. ആദ്യകാല സൂഫികൾ മുഴുക്കെ ഈ പേർഷ്യക്കാരായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. ഒന്നാമത്തെ മനുഷ്യൻ സൂഫികള് വളരെ ആദരപൂർവം പറയാറുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം ഇബ്നു അദ്ഹം? ഇബ്രാഹിം അദ്ഹം ആരാ? സുൽത്താനുൽ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. ഔലിയാക്കളെ രാജാവ് എന്ന ബിരുദത്തിൽ അറിയപ്പെടുന്ന ആളാണ്. തറക്തുൽ ഖൽഖ തുറം ഫീ ഹവാക വഅയ്തംതുൽ ഇയാല ലികൈ അറാക. തന്റെ രാജകൊട്ടാരങ്ങളും തന്റെ സാമ്രാജ്യവും തന്റെ ഭാര്യ മക്കളെയും എല്ലാം വിട്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം ഒഴിവാക്കി പോയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു.
ആ മഹാനവറുകളെ പറ്റി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് അറിയപ്പെടുന്നത്. ഏകദേശം ശ്രീബുദ്ധന്റെ അതേ കഥ, കപിലവസ്തുവിലെ ശ്രീബുദ്ധന്റെ അതേ ചരിത്രം ഇവിടെ ആവർത്തിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. പേർഷ്യ മതങ്ങളുടെ സംഗമ കേന്ദ്രമാണ്. ബുദ്ധമതവും ജൈനമതവും ഹിന്ദുമതവും ക്രിസ്ത്യാനിറ്റിയും ജൂതായുസവും ആ പ്രദേശത്ത് സംഗമിച്ചിരുന്നു. എല്ലാറ്റിന്റെയും ഒരു വകഭേദം അവിടെ രൂപപ്പെടുത്തുകയും ചെയ്തു. എല്ലായിടത്തുനിന്നും കുറേശ്ശെ സ്വീകരിക്കും. ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായി ഉൾക്കൊള്ളുക എന്നുള്ളത് പേർഷ്യക്കാർക്ക് മുമ്പേ അതിന്റെ സ്വഭാവമല്ല. അതാണ് അവരുടെ നിലപാടും അവരുടെ സമീപനവും. ഈ പ്രദേശത്ത് ബുദ്ധമതത്തിന് നല്ല സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചരിത്ര വിദ്യാർത്ഥികൾ സമ്മതിക്കും. അതുകൊണ്ട് തന്നെ ശ്രീബുദ്ധന്റെ രണ്ടാം സ്വഭാവക്കാരനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് മുസ്ലിം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് കാണാൻ. ഇബ്രാഹിമിന് അദ്ഹം റളിയല്ലാഹു അൻഹു കാഫിറാക്കുകയാണ്, പച്ചക്ക് കാഫിറാക്കുകയാണ്, ബുദ്ധമതത്തിന്റെ ആളായി ചിത്രീകരിക്കുകയാണ് ഇബ്രാഹിമിന് അദ്ഹം തങ്ങളെ. ഈ മൗലവില്ലേ പറഞ്ഞ് ഞങ്ങൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നു. ഞാൻ ആ പ്രസ്ഥാനത്തിൽ കുടുങ്ങിപ്പോയ സാധാരണക്കാരോട് പറയാണ്, അവരുടെ തൗഹീദ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ചതിയിൽപ്പെട്ടു പോകണ്ട. ഇവരൊക്കെ ഔലിയാക്കളെ പച്ച കാഫിറാക്കുന്ന ദുഷ്ടന്മാരാണ്, ശൈത്വാനിന്റെ കൂട്ടരാണ്, ഇബ്ലീസിന്റെ കൂട്ടരാണ്. അല്ലാഹുവിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കളെ പച്ചക്ക് കാഫിറാക്കി കളയുന്ന നീചന്മാരാണ് കേട്ടോ. ഇവരെ കൂടെ കൂടിയാൽ ഈമാൻ കിട്ടി മരിക്കുവാൻ സാധ്യമല്ല. ആരെയാണ് ഇവരെ കാഫിറാക്കുന്നത്? മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളെയാണ് പച്ചക്ക് കാഫിറാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനിയും കേട്ടോ നിങ്ങൾ, അതേമാതിരി തന്നെ അങ്ങനെ കോപ്പി അടിച്ചൊക്കെയത്. അപ്പോ എല്ലാം അടിമുടി ബുദ്ധിസത്തെ സ്വീകരിച്ചു ഇബ്രാഹിം ഇബ്നു അദ്ഹം. അടിമുടി ബുദ്ധമതം സ്വീകരിച്ച ആളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഞാൻ പച്ച കാഫിറാണ് എന്നർത്ഥം. ബുദ്ധമതം സ്വീകരിച്ച ആൾ മുസ്ലിം അല്ലല്ലോ. ആ ബുദ്ധമതം സ്വീകരിച്ച ആളാണ് കാഫിറാണെന്ന് സുൽത്താനുൽ ഔലിയാ, ഔലിയാക്കളെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെ പറയുന്ന ഈ കൂട്ടർ, ഇവരാണ് ഔലിയാക്കളെ ബഹുമാനിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഔലിയാക്കളോട് ബഹുമാനമുണ്ട് ഇവർക്ക്. ഇനിയോ അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന മഹാനുണ്ട്. എത്രത്തോളം സൂക്ഷ്മതയുടെ ആളെന്നറിയോ? ഒരു പ്രദേശത്ത് ഒരു വലിയുണ്ട് എന്ന് പറഞ്ഞപ്പോ ആ വലിയനെ കാണാൻ വേണ്ടി അബൂ യസീദുൽ ബിസ്താമി ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. പോയി നോക്കിയപ്പോ ആ ഷെയ്ഖ് സിയാറത്ത് ചെയ്യാൻ ഇവർ ഉദ്ദേശിച്ച ഷെയ്ഖ് അയാൾ ഇങ്ങനെ പള്ളിയിൽ ഖിബ്ലയുടെ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ തുപ്പുകയാണ്. അത് കണ്ട ഉടനെ അബൂ യസീദുൽ ബിസ്താമി അവിടുന്ന് മടങ്ങി വന്നു. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന ആള് നമുക്ക് വേണ്ട. ആ തുപ്പുന്നതിന്റെ ഒരു ചെറിയ അദബ് പോലും പാലിക്കാത്ത ആള്, ആ കാരണം പറഞ്ഞ അയാളെ തിരസ്കരിച്ചു വന്ന മഹാനാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. ആ അബൂ യസീദുൽ ബിസ്താമിനെ പറ്റിയും കാഫിറാക്കുന്നത് കേട്ടോളൂ. ഔലിയാക്കളെ സ്നേഹിക്കുന്ന കൂട്ടരാ ഇവര്. മൂന്നാമത്തെ ഒരു പണ്ഡിതൻ തൈഫൂർ ഇബ്നു ഈസ അൽ ബിസ്താമി, അബൂ യസീദുൽ ബിസ്താമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം തൊപ്പ വെച്ച അദ്വൈതവാദിയാണ്. അദ്വൈതവാദി എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായോ? അള്ളവും ഒരു വസ്തുവും വേറൊന്നുമില്ല, രണ്ടും ഒന്നാണ്. ദ്വൈത രണ്ടില്ല, ഒന്നാണ്. അഥവാ ഹുലൂലിയത്തിന്റെ വാദമുള്ള ആളാണ്. ശ്രീ ശങ്കരാചാര്യയുടെ വാദക്കാരനാണെന്നാണ് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത്. അദ്ദേഹത്തിന്റെ ബാപ്പ മജൂസിയായിരുന്നു. ആരുടെ? അബൂ യസീദുൽ ബിസ്താമി. നമ്മുടെ പരേതനായ മർഹൂം ഉമർ മൗലവി പറയാറുണ്ട്, പുലി കിടന്നെടുത്തതിന്റെ രോമം ബാക്കിയുണ്ടാകും എന്ന്. ബാപ്പാന്റെ രോമം അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഈ അബൂ യസീദുൽ ബിസ്താമിയുടെ കഥ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അബൂ യസീദുൽ ബിസ്താമിനെയും ഇസ്ലാം എന്ന് പുറത്താക്കി. ഇവന് വേറൊരാളുണ്ട്, ഇമാം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സയ്യിദ് ത്വായിഫത്തി അസ്സൂഫിയ, മഹാന്മാരായ ഔലിയാക്കളെ നേതാവ്, സയ്യിദ് സൂഫിയാക്കളെ നേതാവ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു.
പരിശുദ്ധ ഇസ്ലാമിൽ 4 ഫിഖ്ഹിന്റെ വിഷയത്തിൽ 4 മദ്ഹബിനെ അംഗീകരിക്കണം. അഖീദയുടെ വിഷയത്തിൽ ഇമാം അശ്അരിനെയോ മാതുരിദി ഇമാമിനെയോ അംഗീകരിക്കണം. തസവ്വുഫിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അംഗീകരിക്കണം. ആ നിലക്ക് തസവ്വുഫിന്റെ നേതാവായി അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുന്നത് കേട്ടോ, അയാളെയും കാഫറാക്കുന്നു. ഈ ഹല്ലാജിന്റെ അടുക്കൽ ഒരു ദിവസം മൂപ്പരുടെ ഗുരു ജുനൈദിനെ പറ്റി പലരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ജുനൈദ് എന്നൊക്കെ പറയുന്നത് അങ്ങാടിയിൽ പണിയെടുക്കുന്ന ജുനൈദ് അല്ല, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാ പറയുന്നത്. ജുനൈദ് എന്നാ പറയാ. ജുനൈദിനെ പറ്റിയ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു അതിഥിയും ആതിഥേയനും ഒന്നിച്ച ഭക്ഷണം കഴിക്കുമ്പോ ആതിഥേയൻ അതിഥിയോട് ചോദിച്ചു, എത്ര മക്കളുണ്ട്? 4 മക്കള്. എന്നിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ ചെറിയ കുട്ടിക്ക് എന്താ പണി? ചെറിയ കുട്ടിയാണ്, ഉള്ളയിൽ ഇളയതാണ് നല്ലോൻ, ഓനതാ മേപ്പരക്ക് തീ കൊടുക്കണു. ഉള്ളേക്ക് നല്ലോൻ മേപ്പരക്ക് തീ കൊടുക്കുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആര്? സൂഫികളിൽ ജുനൈദ്. സുബ്ഹാനല്ലാഹ്, ജുനൈദ് ആരെ പറ്റി? ഇയാൾ അളിയനെ പറ്റിയല്ല, ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയാ. ഈ നിലക്ക് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുന്ന അവഹേളിക്കുന്ന കൂട്ടർ ഇയാൾ ഇന്നലെ വന്നിട്ട് പറയാ, ഞങ്ങൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് പറയുന്ന അവിടുത്തെ നസാറാക്കൾക്കും മുശ്രിക്കുകൾക്കുള്ള കേൾവിയും കാഴ്ചയും മാത്രമേ മുഹമ്മദ് നബിക്കുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുന്ന ഈ കൂട്ടര് എന്നിട്ട് പറയാ, റസൂലുള്ളാഹിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ ആദരിക്കുന്നു. ഇനി കേട്ടോ, സ്വഹാബികളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ആ സ്വഹാബിനെയും തെറി വിളിക്കുന്നു. ഇവർ തെറി വിളിക്കാത്ത ആളുകളുണ്ടോ? ചീത്ത വിളിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? തെറി വിളിച്ചതാ അവസാനം സ്വഹാബത്തിനും തെറി വിളിക്കുന്നു. കേട്ടോ നിങ്ങൾ? പഠിപ്പിച്ചു ഒന്നുമല്ല. തന്റെ കാലത്ത് ഒരാൾ വന്നു, അതാരാ? ബിലാൽ ഇബ്നു ഹാരിസയാണ്, സഹാബിയ. അദ്ദേഹത്തെ കുറിച്ച് എന്ന് വിളിച്ചവര് അദ്ദേഹം മദ്യപാനിയായിരുന്നു പറഞ്ഞു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസനി റളിയല്ലാഹു അൻഹു സ്വഹാബി, അയാൾ മദ്യപാനിയാണ്. സിന്ദീഖാണെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായ ആള് എന്നാണ്. ആ നിലക്ക് സ്വഹാബത്തിന് പോലും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന മദ്യപാനിയാണെന്ന് ചീത്ത വിളിക്കുന്ന മഹാന്മാരാകുന്ന ഔലിയാക്കളെ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന നിങ്ങളാണോ ഔലിയാക്കളെ ബഹുമാനിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്ന് വിളിക്കുന്ന നിങ്ങൾക്കാണോ നബിയോട് ബഹുമാനമുള്ളത്? ഇനിയോ എല്ലാ മുത്തഅല്ലിമീങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുജാഹിദുകൾ എല്ലായിടത്തും പറ്റിക്കുന്ന ഒരു സംഗതിയുണ്ട്. എന്ത്? ബുഖാരിയിലെ ഒരു ഹദീസ്. എന്താ ഈ ഹദീസ്? യഅലമുഹു മാ ഫീ ഗദിഹി എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി 2 കുട്ടികൾ ഇങ്ങനെ പാടിയപ്പോ അത് പാടാൻ പാടില്ല എന്ന് അള്ളാന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന് ഗൈബ് അറിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് ഇവർ പറയുന്നൊരു സംഗതി ഉണ്ട്. കേട്ടോളൂ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് ഒരിക്കൽ ഒരു കല്യാണത്തിന്റെ സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെയുള്ള കൊച്ചു പെൺകുട്ടികൾ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. നബിതങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ ആലോചിക്കണം, പരിധി വിട്ട് പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ അള്ളാഹ് വിളിക്കലാണോ? നബിതങ്ങളെ ഖാലിഖെന്ന് പറയലാണോ? നബിതങ്ങളെ കുറിച്ച് മറ്റെന്തെങ്കിലും ആ രൂപത്തിൽ പറയലാണോ? അത് മാത്രമാണോ? ഒരിക്കലുമല്ല. ഈ ഒരു ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഉദാഹരണം ഇതിന്റെ അടിസ്ഥാന വിഷയമായി നിങ്ങൾ പഠിച്ചു വെക്കണം. മദ്ഹിന്റെ പരിധി എത്രയാണ്, അതുപോലെ തന്നെ പ്രശംസിക്കാനുള്ള അതിരെത്രയാണ്. ആ അതിർത്തി ലംഘിച്ചതാണ് ഇവിടെ സകല പ്രശ്നങ്ങൾക്കും കാരണമായത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ആ കുട്ടികൾ വഫീനാ നബിയുൻ, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, യഅലമു മാ ഫീ ഗദീ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ അറിയാവുന്ന, മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടപ്പോ ആ പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, മക്കളെ ഇത് നിങ്ങൾ പാടാൻ പാടില്ലോ. ഗൗരവത്തിൽ ചിന്തിക്ക്. ഇത് നിഷേധിക്കാൻ ഏത് മുസ്ലിയാർക്കാണ് സാധിക്കുക? ഞങ്ങൾ നിഷേധിച്ചിട്ടുമില്ല. ആ ഹദീസുണ്ട്, ഞങ്ങൾ കണ്ടതാണ്, അംഗീകരിച്ചതാണ്, നിഷേധിക്കേണ്ട ആവശ്യവുമില്ല. ഇല്ല എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? ഗൗരവത്തോടെ ചിന്തിക്ക് പ്രിയപ്പെട്ടവരെ. എന്തേ അള്ളാന്റെ റസൂലിനെ കുറിച്ച് ആ കുട്ടികൾ പറഞ്ഞുള്ളൂ? അള്ളാന്റെ മോനാണ് ഈ കടന്നു വരുന്നത് എന്ന് പറഞ്ഞോ? അള്ളയാണ് ഈ കടന്നു വരുന്നത് എന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞുള്ളൂ. നാളെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാവുന്ന, മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നബി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുത്ത് മുസ്തഫ കുട്ടികളെ വിളിച്ചിട്ട് അത് പാടരുതെന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കുകയാണ്. കാരണം നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു അല്ലാതെ ഇല്ല. ഇരിക്കട്ടെ മൗലവി, ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാ. ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നാളെ നടക്കുന്ന കാര്യങ്ങൾ അല്ലാഹു അല്ലാതെ അറിയില്ല എന്നല്ലേ പറഞ്ഞു. അള്ളാന്റെ റസൂൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയിച്ചത് ഞാൻ കുറെ പറയാം. അതിന് മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മുജാഹിദുകളെ സ്വഭാവം നോക്ക്. ഇനി ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് നടക്കുന്ന എത്രയോ അത്ഭുതങ്ങൾ, കാര്യങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട്, ഒന്നോ രണ്ടോ അല്ല. പിറ്റേന്ന് നടക്കുന്ന പലതും യുദ്ധത്തിന് പോകുന്ന സമയത്തും അല്ലാത്തപ്പോഴും നാളെ എന്ത് നടക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ എത്രയോ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് അതൊന്നും കാണുന്നില്ല, അതൊന്നും ഇവർക്ക് വേണ്ട. പിന്നെ എവിടെയെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും ഒന്നും പിറ്റേന്ന് അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഹദീസുണ്ടോ എന്ന് ഇങ്ങനെ തേടിയിട്ട് അതിന്റെ പിന്നാലെ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ അവൻ എന്താ ചിന്തിക്കുക? പോസിറ്റീവായിട്ടല്ലേ ചിന്തിക്കുക. നിബിത്തങ്ങൾക്ക് അതറിഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, ആ അത്ഭുതങ്ങൾ, അവൻ അതാ ചിന്തിക്കുക. നബിയെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ അവൻ അങ്ങനെ ചിന്തിക്കും. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതങ്ങൾ പറഞ്ഞത്, പിറ്റേ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്, അതാണ് അവൻ നോക്കുക. കാരണം അവന് റസൂലുള്ളാഹിനോട് ബഹുമാനോട് സ്നേഹമുണ്ട്. നബിയോട് ബഹുമാനം സ്നേഹമില്ലാത്ത ആളാണ് എന്താക്കുന്നത്? എവിടെ നെഗറ്റീവ് ഉണ്ട്, എവിടെ പോരായ്മയുണ്ട്, നബിനെ കുറ്റം പറയാനും, നബിനെ ഒന്ന് ചെറുതാക്കാനും, നബിനെ ഒന്ന് കുറവാക്കാനും എന്തൊക്കെ കിട്ടുന്നുണ്ട് തേടി നിൽക്കുന്ന ആരാ? നബിയോട് ബഹുമാനവും സ്നേഹമില്ലാത്ത ആളാ. അതാണ് ഇപ്പൊ മൗലവിമാര് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു യഥാർത്ഥ നബിയോട് മഹബത്തും സ്നേഹമുള്ള ആളാണെങ്കിൽ അങ്ങനെ ചെയ്യോ? ഒരിക്കലും ചെയ്യൂല. എത്ര സംഭവങ്ങൾ, ഒന്നോ രണ്ടോ? എത്ര സംഭവങ്ങളുണ്ട്? സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ഹദീസിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഞാൻ മൗലവിയോട് ചോദിക്കട്ടെ, നാളെ നടക്കുന്ന സംഭവം അള്ളാഹിന്റെ റസൂലിന് അറിയില്ല, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ മൗലവി. ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന കിതാബ് ഏതാ? ഈ കിതാബ് സ്വഹീഹ് മുസ്ലിമാണ് കേട്ടോ. സ്വഹീഹ് മുസ്ലിം, അതിൽ 7402 നമ്പർ ഹദീസ് ഒന്ന് മറിച്ചു നോക്ക്. നാളെ നടക്കുന്ന കാര്യം അള്ളാഹ്ക്കേ അറിയുള്ളൂ, അത് മുഹമ്മദ് നബിക്ക് അറിയില്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ KC നഗറിലെ. ഞാൻ ചോദിക്കട്ടെ മൗലവി, സ്വഹീഹ് മുസ്ലിം 2873 നമ്പർ ഹദീസ്, ആ ഹദീസ് 1205 പേജ്, അതിൽ കാണാം ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം, നാളെ ബദർ യുദ്ധം നടക്കുകയാണെങ്കിൽ അതിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയതാ സഹാബത്ത് പറയുന്നു. പിന്നെ ബദറിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ കാന, നബി ആയിരുന്നു, യുരീന, ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു,
മസ്വാരിയ അഹ്ലി ബദർ ബിൽ അംസി. ഇന്നലെ ഇവിടെ ആരൊക്കെ മരിച്ചു കിടക്കും, ആരൊക്കെ ചത്തി വീഴും എന്ന് അള്ളാന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. യഖൂലു, അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഹാദാ മസ്റഉ ഫുലാനിൻ ഗദാ, ഇത് നാളെ ഇന്നയാൾ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ഹാദാ മസ്റഉ ഫുലാനിൻ ഗദാ, ഇവിടെ ഇന്നയാൾ മരിച്ചു വീഴും, ഇവിടെ ഇന്നയാൾ മരിച്ചു വീഴും, ഇവിടെ ഇന്നയാൾ മരിച്ചു വീഴും. നാളത്തെ കാര്യം മുൻകൂട്ടി തന്നെ അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ എന്താ പറഞ്ഞേ? നാളെ നടക്കുന്ന കാര്യം അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, അത് മുഹമ്മദ് നബിക്ക് അറിയില്ല, ലോകത്ത് ഒരാൾക്ക് അറിയില്ല. ഇത് സ്വഹീഹ് മുസ്ലിമാ, മുസ്ലിമിലില്ലേ? ഹാദാ മസ്റഉ ഫുലാനിൻ ഗദാ, ഇത് നാളെ ഇന്ന ആൾ ഇവിടെ മരിച്ചു വീഴും, ഇന്ന ആൾ ഇവിടെ മരിച്ചു വീഴും, ഇന്ന ആൾ മരിച്ചു വീഴും. നാളത്തെ കാര്യം മുൻകൂട്ടി അള്ളാന്റെ റസൂൽ പറഞ്ഞില്ലേ മൗലവി? ഈ മുസ്ലിമിനെ തോട്ടിലേക്ക് വലിച്ചെറിയോ? ഇത് ശിർക്കിന്റെ കിതാബാണെന്ന് പറയോ? മുസ്ലിം തള്ളണമെന്ന് പറയോ? നായലമു മാഫീ ഗദി എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് ശിർക്കായിട്ടുണ്ടെങ്കിൽ ഈ സ്വഹീഹ് മുസ്ലിം തള്ളണം. ഈ മുസ്ലിമിനെ നിങ്ങൾ വലിച്ചെറിയണം തോട്ടിലേക്ക്. സ്വഹീഹ് മുസ്ലിമിലല്ലേ ഉള്ളത്? ഇത് നാളെ ഇന്ന ആൾ ഇവിടെ മരിച്ചു വീഴും, പോയിന്റ് കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും മൗലവിമാർക്ക് കാണൂല. കാനന്തേ കൽബിൽ കാപട്യമാണുള്ളത്, കൽബിൽ ഹൃദയത്തിൽ കാപട്യമാണുള്ളത്, മുത്തുനബിയോടുള്ള വിരോധമാണുള്ളത്, നബിയോടുള്ള അസൂയാണുള്ളത്. ഇബ്ലീസിന്റെ കൂട്ടരാണിവർ, ശൈത്താനിന്റെ കൂട്ടരാ. അള്ളാന്റെ റസൂല് പറഞ്ഞതൊന്നും കാണൂല. പിന്നെ അതറിഞ്ഞിട്ടില്ലല്ലോ, ഇതറിഞ്ഞിട്ടില്ലല്ലോ, മറ്റത് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞത് നോക്കൂ ചങ്ങായി. ആദ്യവും പറയാത്തത് എന്തുകൊണ്ട്? അത് ഞാൻ പറയാൻ കാരണം. ഇനിയോ ഒന്ന് രണ്ട് കാര്യങ്ങളാണോ? ഒന്ന് രണ്ട് കാര്യമല്ല. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ നോക്കിക്കോ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, അതിന്റെ 418 നമ്പർ ഹദീസ്, 418 നമ്പർ ഹദീസ് ബുഖാരി നോക്കിക്കോ. ഇത് ബുഖാരിയാണ്, ഏതെങ്കിലും ആറോല എന്ന് പറയണ്ട, സ്വഹീഹുൽ ബുഖാരിയാണ്. അതിന്റെ 418 നമ്പർ ഹദീസ് നോക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഹൽ തറൗന ഖിബ്ലതി ഹൗനാ, എന്റെ ഖിബ്ല അഥവാ ഞാൻ മുൻഭാഗത്തിൽ മാത്രമാണ് കാണുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചു പോയോ? എനിക്ക് മുന്നിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്ന് ധരിച്ചുപോയോ? ഫവല്ലാഹി മാ യഖ്ഫാ അലയ്യ ഖുശൂഉകും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളെ മനസ്സ്, നിങ്ങളെ ഹൃദയത്തിലുള്ള ഖുശൂ, ഭക്തി, അത് എനിക്ക് ഗൗപ്യമല്ല, ഞാനത് കാണുന്നുണ്ട്. വലാ റുകൂഉകും, നിങ്ങളെ റുകൂ എനിക്ക് കാണാതെ പോകുന്നില്ല. ബാക്കിൽ എത്ര സഫ് ഉണ്ടെങ്കിലും, ഒരു 100 സഫുകൾ ഉണ്ടെങ്കിലും, ഓരോ സഫിൽ ഇനി 10, 15, 20 ആളുകൾ ഉണ്ടെങ്കിലും, സുബ്ഹാനല്ലാഹ്, ഓരോരുത്തന്റെ ഖൽബ് റസൂലുള്ള കാണുന്നു. ഓരോ സ്വഹാബിന്റെ റുകൂ കാണുന്നു, ഓരോ സ്വഹാബിന്റെ റുകൂ ഖൽബിലുള്ള ഖുശൂനെ കാണുന്നു. ഇന്നി ലഅറാകും മിൻ വറാഇൽ ഹിരി, ഞാൻ എന്റെ ബാക്കിലൂടെ നിങ്ങളെ കാണുകയാണ്. ചോദിക്കട്ടെ മൗലവിമാരെ, നിങ്ങൾക്ക് നിങ്ങളെ ബാക്കിൽ വല്ലതും കാണുന്നുണ്ടോ? ബാക്കിലുള്ള വല്ലതും കാണുന്നുണ്ടോ? അള്ളാന്റെ റസൂൽ പറയാ, ഇനി ബാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം അവിടെ നിന്ന് നിസ്കരിക്കുന്ന സമയത്തൊക്കെ എത്ര 1000 ആളുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ആ എത്ര ആയിരങ്ങൾ വന്നാലും, എത്ര ലക്ഷം ആളുകൾ ബാക്കി വന്നാലും, ഓരോരുത്തരുടെയും മനസ്സ് അള്ളാന്റെ റസൂൽ കാണുകയാ. ഓരോരുത്തരുടെ റുകൂ കാണുന്നു മുഹമ്മദ് റസൂലുള്ളാഹ്. ഞാനല്ല പറഞ്ഞത്, മുത്തുനബിയാ പറഞ്ഞത്. ശിർക്കാണെന്ന് പറയോ? മുഹമ്മദ് നബിയെ ദൈവാക്കി എന്ന് പറയോ? പരിധി വിട്ട് പ്രശംസിച്ചു എന്ന് പറയോ? ഇത് അള്ളാന്റെ റസൂൽ പരിധി വിട്ട് പറഞ്ഞതാണെന്ന് പറയോ മൗലവി? കാരണം ബാക്കിൽ എത്ര ആളുകൾ ഉണ്ടാകും? നബിന്റെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുമ്പോ ആയിരങ്ങൾ ഉണ്ടാവൂലേ? ഓരോരുത്തന്റെ റുക്കൂ റസൂലുള്ള കാണുകയാണ്, ഓരോരുത്തന്റെ മനസ്സ് കാണുകയാണ് മുഹമ്മദ് നബി. അതാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ അമഞ്ഞ നിങ്ങളെ കൽബകം എന്നോവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇനി കേട്ടാൽ ബാക്കി പറയട്ടെ, ഇനി ബാക്കി ഇനി പറയാം. കുറിച്ച് പറയാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും അറിയിച്ചു തന്നിട്ടുണ്ടല്ലോ. അതെങ്ങനെ മനസ്സിലായി? അത് അല്ലാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തത് മാത്രമാണ് ആ പറഞ്ഞു തന്നത്. അല്ല, വഹി മാത്രമല്ല മൗലവി,
വഹി കൊണ്ട് നിങ്ങൾ ജിബ്രീൽ ഇറക്കി കൊടുക്കുന്ന വഹി മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ നിലക്കുള്ള വഹി മാത്രമല്ല മുഹമ്മദ് നബിക്ക് കിട്ടുന്നത്. ഇൽഹാമിലൂടെ മുഹമ്മദ് നബിക്ക് വിവരം കിട്ടുന്നു, അതുപോലെ സ്വപ്നത്തിലൂടെ വിവരം കിട്ടുന്നു. അതൊക്കെയും വഹിന്റെ ഭാഗമാണ്. ജിബ്രീൽ മാത്രം എത്തിച്ചു കൊടുക്കുന്ന വഹി മാത്രമല്ല, ഇൽഹാമു മുഖേന റസൂലുള്ളാഹി തങ്ങൾക്ക് അറിവ് കിട്ടുന്നു. ജിബ്രീൽ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ വഹാബികളുമായി ഒരു ചർച്ചക്ക് പോയി. അങ്ങനെ ചർച്ചക്ക് 2 മൗലവിമാരാ വന്നു, ഒരു വീട്ടിൽ വെച്ച് ചർച്ച. അതിലൊരു മൗലവി പറഞ്ഞു, അള്ളാന്റെ റസൂലിന് വഹി കൊണ്ടല്ലാതെ വേറെ ഒരു കാര്യം അറിയാനും സാധ്യമല്ല. ഒറ്റ കാര്യം അറിയാൻ കഴിയില്ല, ജിബ്രീൽ വഹി എത്തിച്ചു കൊടുക്കലല്ലാതെ വേറെ അറിയാൻ കഴിയില്ല. ഞാൻ മൗലവിയോട് ചോദിച്ചു, ജിബ്രീൽ ഗൈബാണോ ഷാഹിദാണോ? ജിബ്രീൽ ഗൈബാണോ? ജിബ്രീലിനെ കാണുന്നില്ലല്ലോ, ജിബ്രീൽ ഗൈബാണ്. എന്നാ ജിബ്രീലിനെ കാണാൻ വേറെ വഹി വേണോ? ജിബ്രീൽ ഗൈബാണെങ്കിൽ ഈ ഗൈബ് അറിയണമെങ്കിൽ വഹി കൊണ്ട് മാത്രമേ അറിയുള്ളൂ. എന്നാ ജിബ്രീൽ ഗൈബാണോ? അല്ലേ, ജിബ്രീൽ ഗൈബാണ്. എന്നാ ഈ ജിബ്രീലിനെ കാണാൻ വേറെ ജിബ്രീൽ വേണോ? അയാളെ കാണാൻ വേറെ ജിബ്രീൽ വേണോ? മൗലവി മറുപടി ഇല്ല. അവസാനം എന്റെ വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ എന്ന് ഒറ്റ ഓട്ട മൗലവി. രാത്രി 11 മണിയായി, ഒറ്റ ചോദ്യം ഞാൻ ആവർത്തിച്ചു മൗലവിയോട്. നിങ്ങൾ പറഞ്ഞു ജിബ്രീൽ മുഖേന കിട്ടുന്ന വഹി കൊണ്ടല്ലാതെ ഒരു കാര്യം അറിയാൻ മുഹമ്മദ് നബിക്ക് അറിയില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ജിബ്രീൽ ഗൈബാണോ അല്ലയോ? ജിബ്രീൽ ഗൈബാണ്, കാണാത്ത ആളാണ്, മറ്റുള്ള ഒരാൾക്കും കാണുന്നില്ലല്ലോ. എന്നാ ഈ ജിബ്രീലിനെ കാണാൻ വേറൊരു ജിബ്രീൽ വേണോ? അയാളെ കാണാൻ വേറൊരു ജിബ്രീൽ. അങ്ങനെ തസൽസുലായി പോവും. അവസാനം പിടുത്തം വിട്ട് നിറഞ്ഞപ്പോ മോലെ ഒറ്റ ഓട്ട വീട്ടിൽ. എന്റെ വീട്ടിൽ ഭാര്യ മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഭാര്യന്റെ ഓർമ്മയായത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്ന മൗലവിമാരെ, നിങ്ങൾ ഈ വിവരക്കേട് വന്നിട്ട് വളമണ്ട, കാര്യങ്ങൾ പഠിക്കൂ. അള്ളാന്റെ റസൂലിക്ക് ജിബ്രീൽ മാത്രമല്ല ഇൽഹാമു മുഖേന കിട്ടും. അത് നബിക്ക് മാത്രമല്ല ഇൽഹാമു മുഖേന കിട്ടുന്നത്, ഔലിയാക്കൾക്ക് കിട്ടും. ഞാൻ തെളിയിക്കാം. ഇൽഹാമു മുഖേന ഔലിയാക്കൾക്ക് കിട്ടും, അതുപോലെ സ്വപ്നത്തിലൂടെ കിട്ടും. അതൊക്കെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം വഹീന്റെ ഭാഗമാണ്. പറഞ്ഞാൽ ജിബ്രീൽ മുഖേന കിട്ടുന്ന ആ വഹിയുണ്ടല്ലോ, അതിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? എന്റെ അടുത്ത് പറയും. അപ്പൊ യഅലമു മാ ഫീ ഗദി എന്താ സംഭവം അറിയോ? ഒരു കല്യാണത്തിന് ഇങ്ങനെ കുട്ടികൾ പാട്ട് പാടിയിരുന്നു, ദഫു മുട്ടിയിട്ട്. ആരാ പാടിയതറിയോ? അത് പറയുന്നില്ലേ ഇവര്. ബദരീങ്ങളെ മധുവാ പാടിയത്. ബദരീങ്ങളെ മധു ഇങ്ങനെ പാടുകയാണ്. നമ്മൾ ബദരീങ്ങൾ ആട് നടത്തുമ്പോ ഇവരൊക്കെ ശിർക്ക് ബിദ്അത്ത് എന്നൊക്കെ പറയും. എന്നാ ബുഖാരിയിലുള്ളതാണ്. ആ ബദരീങ്ങളെ മാത്ത് ഇങ്ങനെ പാടുന്നു. അപ്പൊ റസൂലുള്ളാഹിനെ കണ്ടപ്പോ കുട്ടികള് പാട്ട് ചെയ്യാക്കി. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു, ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഞങ്ങളിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്ന സംഭവങ്ങൾ അറിയുന്ന നബിയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ദഈ, കുഞ്ഞുങ്ങളെ മക്കളെ അത് ഒഴിവാക്കിക്കളാ. നേരത്തെ പാടിയ പാട്ടുണ്ടല്ലോ അത് പാടിക്കോ. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞത് തെറ്റാണെന്ന് വരുവോ? അത് തെറ്റാണെന്ന് എവിടെ കിട്ടി? ചിലപ്പോ പാട് ആദ്യത്തെ ട്യൂണ് നല്ല ഉണ്ടെങ്കിൽ ആ പാട്ട് പാടിക്കോ എന്ന് പറയും നമ്മളൊക്കെ, അല്ലേ? ഒരു പാട്ടുണ്ട്, അപ്പൊ പാട്ട് ചേഞ്ച് ചെയ്യുമ്പോ നമ്മൾ ചിലപ്പോൾ പറയും ആദ്യത്തെ പാട്ട് തന്നെ പാടിക്കോ, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. അതിന്റെ അർത്ഥം ഇത് തെറ്റാണെന്നല്ല. ചിലപ്പോ കേൾക്കാൻ രസമുണ്ടെങ്കിൽ ആ പാട്ട് പാടാൻ പറയും, ഇതിന്റെ അർത്ഥം തെറ്റാണെന്നല്ല. ഇനി ഒരു പക്ഷേ ഇത് വേണ്ടാന്ന് വെച്ചോ, അങ്ങനെ പറയുന്നത് വേണ്ടാന്ന് സങ്കല്പിച്ചാൽ അതിന്റെ അർത്ഥം അത് ഇൽമുൽ ഗൈബ് നബി തങ്ങൾക്ക് അറിയൂല എന്നാണോ അതിന്റെ അർത്ഥം? മറഞ്ഞ കാര്യം നബിക്ക് അറിയില്ല എന്നാണോ? നിങ്ങളെ വാദം എന്താ? അത് ആദ്യം പറയും. നബിക്ക് ഗൈബ് അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, അറിയൂന്നാണോ പറയുന്നത്? എന്താ നിങ്ങളെ വാദം? എന്താ? നബി തങ്ങൾക്ക് ഗൈബ് അറിയൂന്നാണോ പറയുന്നത്, അറിയൂല എന്നാ പറയുന്നത്? അതൊന്ന് വ്യക്താക്ക്. നിങ്ങൾ ഇങ്ങനെ ഉമറാമ പറഞ്ഞിട്ടെന്താ കാര്യം? നിങ്ങളെ വാദന്റെ ഒരു സ്റ്റാൻഡ് പറ. നബി തങ്ങൾക്ക് ഗൈബ് അറിഞ്ഞിനോ അറിഞ്ഞിട്ടില്ലയോ? എന്താ നിങ്ങളെ വാദം? അത് പറയും. അറിയില്ല എന്നാണോ? എന്നാ അറിഞ്ഞ ആയിരക്കണക്കിന് സംഭവങ്ങളുണ്ട്. എന്നാ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയുന്ന ആളെന്ന് പറയും. എനിക്ക് എന്താ തെറ്റ്?
നബി തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആളാണെന്ന് പറയുന്നതിന് വല്ല തെറ്റുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോറ് വയ്ക്കുന്ന ആളാണെങ്കിൽ ചോറ് വയ്ക്കുന്ന ആളാണെന്ന് പറയുന്നത് വല്ല തെറ്റുണ്ടോ? ഉണ്ടോ? ഞാൻ MBBS പഠിച്ച ആളാണെങ്കിൽ അയാൾ ഡോക്ടറാണെന്ന് പറയുന്നത് എന്താ തെറ്റ്? നബി തങ്ങൾക്ക് ഗൈബ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആളാണെന്ന് പറയുന്നത് വല്ല തെറ്റുണ്ടോ? എന്ത് തെറ്റാ മൗലവിയോട്? നബി തങ്ങൾ ഗൈബ് അറിയാത്ത ആളാണെന്ന് വാദമുണ്ടോ നിങ്ങൾക്ക്? എന്നാ നിങ്ങൾ ഖുർആന്റെ വിരോധികളാണ്. ഇല്ലാ മൻ യത്തലാമിൻ റസൂൽ, വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാ. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാതെ ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞില്ലേ ഇല്ലാ മൻ യത്തലാമിൻ റസൂൽ, പ്രവാചകന്മാർ ഗൈബ് അറിയുമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാ. അപ്പൊ നിങ്ങളെ വാദം എന്താ? അറിയൂന്നാണോ അറിയില്ല എന്നാണോ? അറിഞ്ഞിട്ടുണ്ട് എന്നാണോ അറിഞ്ഞിട്ടില്ല എന്നാണോ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യഅലമു മാഫി ഗദി എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാള്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ചില ഇമാമിങ്ങൾ പറഞ്ഞു പറഞ്ഞതിന്റെ അങ്ങനെ പറയാൻ കാരണം അവിടെ ഇതുവരെ പാടിയത് മരിച്ചുപോയ മഹാന്മാരെ പറ്റിയുള്ള ഒരു മർഹിയത്താണ്, മരിച്ചുപോയ ആളുകളെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ആ മരിച്ചുപോയവരെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബിനെ ഉൾപ്പെടുത്തി പാടുന്നത് നന്നായില്ല. ഞാനല്ല പറഞ്ഞത്, ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഇല്ല എന്ന് പറയും, ഞാൻ തെളിയിക്കാം. മർഫിയത്തിന്റെ കൂട്ടത്തിൽ മരിച്ചുപോയ ആളുകളെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബിനെ എണ്ണുന്നത് അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉന്നതമായ സ്ഥാനത്തിനോട് അത്ര യോജിച്ചതല്ല. അതുകൊണ്ട് നബി തങ്ങൾ വിരോധിച്ചു എന്നുണ്ട്. മറ്റ് ചില ഇമാമിങ്ങൾ പറഞ്ഞു യഅലമു മാ ഫീ ഗദി എന്ന് പറയുമ്പോൾ ചില ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ ബിദ്ദാത്ത് ഇൽമുൽ ഗൈബ് അറിയുമെന്ന് തോന്നിപ്പോകും. അങ്ങനെ ഒരു തോന്നൽ വന്നു പോകണ്ട. കാരണം ബിദ്ദാത്ത് അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്, സ്വന്തമായി അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹ് അല്ലാത്ത ഒരാൾക്കും സ്വന്തമായ ഒരു കഴിവുമില്ലല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നബിക്കുമില്ല, വലിയൊരുക്കില്ല, ഡോക്ടറിനില്ല, എഞ്ചിനീയറിനില്ല, സാധാരണക്കാർക്കില്ല, ഒരാൾക്കില്ല. അതാണ് അവിടെ പറഞ്ഞത്. ഇത് ഉന്നയിച്ചുകൊണ്ട് നബിക്ക് അറിയില്ല, മറ്റേതറിയില്ല. നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് സുബ്ഹാന ജല്ല ജലാലുഹു. ഇനി ആ ഒരു ഉടുമ്പിന്റെ കഥ കൂടി പറഞ്ഞ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉടുമ്പിന്റെ ഒരു കഥ ഇയാൾ പറയുന്നു, വല്ലാത്തൊരു കഥയാണ്. ശ്രദ്ധിക്കണം. അള്ളാന്റെ റസൂലിനെ ഏതാ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് വിരുന്നിന് വിളിച്ചു കൊണ്ടുപോയി. നബി തങ്ങളുടെ കൂടെ സഹാബിമാര് വേറെയുമുണ്ട്. ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കിയിരിക്കുകയാണ്. നബി തങ്ങൾ അതാ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അതാ ഭക്ഷണത്തളിക കൊണ്ടുവരുന്നു. അതിലതാ ചുട്ട മാംസം അങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ചുട്ട മാംസമാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹ് ചൊല്ലിയിട്ടതാ ആ ചുട്ട മാംസം കഴിക്കാൻ വേണ്ടി അതിലേക്ക് കയ്യങ്ങ് നീട്ടുന്നു. ആ നീട്ടുന്ന വേളയിലതാ അകത്തു നിന്ന് സഹാബ പെണ്ണുങ്ങള് വിളിച്ചു പറയാണ്, അഖ്ബിറൂ റസൂലല്ലാഹ്, ഓ സഹാബിമാരെ, അള്ളാന്റെ റസൂലിനോട് വിവരം കൊടുക്കൂ, പെട്ടെന്ന് നബിയോട് പറഞ്ഞു കൊടുക്കൂ. അത് ലഹ്മു ദബ്ബിൻ, അത് ഉടുമ്പിന്റെ മാംസം ചുട്ടതാണ്. എന്തേ കാരണം? ഉടുമ്പ് മാംസം ഇസ്ലാമിൽ ഹറാമൊന്നുമല്ല. പക്ഷേ ചിലർക്കൊക്കെ ചില ഭക്ഷണം ഇഷ്ടമാവില്ല, ചിലർക്ക് ചില ഭക്ഷണത്തോട് താല്പര്യമുണ്ടാവില്ല. അള്ളാന്റെ റസൂലും അങ്ങനെ തന്നെയായിരുന്നു. അവിടുന്ന് ആട് കഴിക്കും, അതേപോലെ തന്നെ മറ്റു മാംസങ്ങളൊക്കെ കഴിക്കും. പക്ഷേ ഉടുമ്പ് മാംസം അവിടുന്ന് കഴിക്കാറില്ലായിരുന്നു. അതവിടുന്ന് ഇഷ്ടപ്പെടാറില്ല. അതറിയാതെയാണ് ഈ ചുട്ട മാംസത്തിലേക്ക് കൈനീട്ടുമ്പോ സഹാബ പെണ്ണുങ്ങൾ അത് തയ്യാറാക്കിയ ഉമ്മമാരാ പറയുന്നത്, പറഞ്ഞു കൊടുക്കൂ നബിയോട്, അത് ഉടുമ്പിന്റെ മാംസമാണ്. സഹാബിമാര് പറഞ്ഞു, നബിയേ അത് ലബ്ബുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് ഉടുമ്പിന്റെ മാംസമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിറകോട്ട് വലിച്ചു. ഞാൻ എന്തിനാ ഈ സംഭവം പറയുന്നത്? ചിന്തിക്ക്. ബുദ്ധി ഒരാളുടെയും മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്തവരെ ചിന്തിക്ക്. മുത്തു മുസ്തഫാക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തപ്പോ മുമ്പിലിരിക്കുന്ന ആ ഇറച്ചി, ആ മാംസം അത് തനിക്കിഷ്ടമില്ല.
വല്ലാത്ത ഉടുമ്പിനെ ചുട്ട മാംസമാണെന്ന് എന്തുകൊണ്ട് ലോകം കണ്ട നേതാവ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തേക്ക് മനസ്സിലായില്ലല്ലോ? കണ്ടോ മൊയ്ലിനെ കണ്ടുപിടുത്ത എന്താ സംഭവം അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോ ആ വീട്ടുകാരൻ നബി തങ്ങൾക്ക് ഉടുമ്പിന്റെ മാംസം കൊടുത്തു അത്രേ. നബി തങ്ങൾക്ക് ഉടുമ്പ് ഇഷ്ടമില്ല. അപ്പോ നബി തങ്ങൾ ഇങ്ങനെ ഉടുമ്പിന്റെ ഇറച്ചിയിലേക്ക് കൈനീട്ടിയപ്പോ വീട്ടിൽ നിന്ന് അകത്തുനിന്ന് പെണ്ണുങ്ങൾ വിളിച്ചു പറഞ്ഞു, നബിയോട് വിളിച്ചു പറയൂ അത് ഉടുമ്പിന്റെ ഇറച്ചാണ്. അപ്പൊ നബി തങ്ങൾക്ക് അറിയില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ കൈനീട്ടുമായിരുന്നു എന്നാണ് മൗലവിന്റെ കണ്ടുപിടുത്തം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ത് ഇവരുടെ സ്വഭാവം നോക്ക്. നമ്മളൊക്കെ എന്താ ചിന്തിക്കുക? നബി തങ്ങൾ പറഞ്ഞതും മറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അതാണ് നമ്മൾ പറയാ, അതാ ചിന്തിക്കുക. പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുക. ഇവർക്കൊക്കെ എന്തൊക്കെ കുറവ് കിട്ടും നബിനെ ആക്ഷേപിക്കാൻ, നബിനെ കുറ്റം പറയാനും ചെറുതാക്കാനും എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതിങ്ങനെ പരിധി നടക്കുക. അവിടെ അറിഞ്ഞിരിക്കണം, ഇവിടെ അറിഞ്ഞിട്ടില്ല, മറ്റേതറിഞ്ഞിട്ടില്ല എന്ന് റസൂലുള്ളാഹിനെ കുറവാക്കുന്ന എന്ത് കിട്ടുന്നുണ്ടോ ഇത് തേടി നടക്കുന്ന ഈച്ചന്റെ സ്വഭാവമാണ് ഇവർക്കുള്ളത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ മൗലവി, ഈ സംഭവം എത്ര റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്? എത്ര റിപ്പോർട്ടുകളിൽ ഇത് വന്നിട്ടുണ്ട്? ഒന്ന് രണ്ടോ? വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു, അള്ളാന്റെ റസൂല് ആ ഈ ഉടുമ്പന്റെ ഇറച്ചിയിലേക്ക് കൈ നീട്ടിയതല്ല, നീറ്റുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കൈ നീറ്റല്ല. എന്താ കാരണം ഞാൻ പറയാ. ഇമാം തബറാനി അവിടുത്തെ മൗജും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഈ ഹദീസ് എന്താ? അതാ ഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഫീ ബൈതി മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. വഇൻദഹു ഖാലിദ് ഇബ്നുൽ വലീദ്, അവിടെ ആരുണ്ട്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ബിലഹ്മി ലബ്ബിൻ, ഒരു ഉടുമ്പിന്റെ ഇറച്ചിനെ കൊണ്ടുവരപ്പെട്ടു. ഫഖാലത്, കണ്ടോ മൈമൂന ബീവി പറഞ്ഞു, അഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയോട് അറിയിക്കൂ, മാ ഹുവ, അതെന്താണെന്ന്. ഫലമ്മ ഉഖ്ബിറ ബിഹി തറക്കഹു, അത് അറിയിക്കപ്പെട്ടപ്പോൾ നബി അത് ഒഴിവാക്കി. കണ്ടോ ഈ ഹദീസിൽ എവിടെയും ആ ഉടുമ്പിന്റെ ഇറച്ചിയിലേക്ക് നബി കൈനീട്ടി തിന്നാൻ വേണ്ടി കൈനീട്ടി എന്ന് ഹദീസിലില്ലേ? ഇല്ല. ആ നീറ്റതിന് മുമ്പ് തന്നെ അകത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് ഉടുമ്പിന്റെ ഇറച്ചാണ് എന്ന്. മുഅ്ജമുൽ ഔസത്ത് 8754 നമ്പർ ഹദീസ്. ഒന്ന്. രണ്ടാമത് ഞാൻ പറയുന്നു, ആ ഭക്ഷണ പാത്രത്തിൽ കേവലം ഉടുമ്പന്റെ ഇറച്ചി മാത്രമല്ല ഉണ്ടായിരുന്നത്, അതിൽ റൊട്ടി ഉണ്ടായിരുന്നു, അതിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു. ഇനി നീറ്റിയാൽ തന്നെ അത് പാത്രത്തിലേക്ക് കൈനീറ്റേ ഉള്ളൂ, ഉടുമ്പന്റെ ഇറച്ചിയിലേക്ക് ആകൂലല്ലോ മൗലവി. ഉടുമ്പന്റെ ഇറച്ചിയിലേക്ക് കൈനീറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നു? പാത്രത്തിലേക്ക് കൈനീറ്റി. ആ പാത്രത്തിൽ റൊട്ടി ഉണ്ടായിരുന്നു, പാത്രത്തിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, അങ്ങനെ പലതുമുള്ള പാത്രമാ. ആ പാത്രത്തിലേക്ക് കൈനീറ്റി എന്ന് വെച്ചാൽ തന്നെ, അതിലേക്ക് കൈനീറ്റി എന്ന് വെച്ചാൽ തന്നെ ആ പാത്രത്തിൽ റൊട്ടിയിലേക്കോ ഈത്തപ്പഴത്തിലേക്കോ കൈനീറ്റിയതാ. എന്തേ കാരണം? അത് ഹദീസിൽ തന്നെ കാണാം, ഹദീസിൽ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഹദീസ്, അതേ സംഭവം പറയുന്ന ഹദീസിൽ കാണാം. എന്താണ് കാണുന്നതറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സാധനം എടുക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഅകുലു ശൈഅൻ ഹത്താ യഅലമ മാ ഹുവ. ഒരു സാധനത്തിലേക്ക് തിന്നാൻ കൈനീട്ടണമെങ്കിൽ അത് സാധനം ഏതാണെന്നറിയാതെ, ഏതിന്റെ ഇറച്ചാണെന്നറിയാതെ അള്ളാന്റെ റസൂല് കൈനീട്ടൂല. ഇതേ ഹദീസിലുള്ളതാണത്. ഒരു ഇറച്ചി അത് ആടിന്റേതാണോ, അല്ല ഉടുമ്പിന്റേതാണോ, അല്ല ഒട്ടകത്തിന്റേതാണോ എന്നറിയാതെ റസൂലുള്ളാഹി തങ്ങൾ കൈനീട്ടൂല. ഈ സംഭവം ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം. അങ്ങനെ ഉണ്ടായിരിക്കെ പിന്നെ എങ്ങനെയാണോ ഇത് ഉടുമ്പിന്റെ ഇറച്ചി എന്നറിയാതെ, ഏതിറച്ചി അറിഞ്ഞെന്നറിയാതെ കൈനീട്ടുന്നത് എങ്ങനെയാ? എങ്ങനെ മൗലവി? അതുകൊണ്ട് അള്ളാന്റെ റസൂലിനെ കൊച്ചാക്കാൻ നോക്കണ്ട. ഇനി വാദത്തിന് വേണ്ടി, നിന്റെ വാദത്തിന് വേണ്ടി കൈനീട്ടി എന്ന് വെച്ചോ, സങ്കല്പിച്ചോ. നബിത്തങ്ങൾ അതിലേക്ക് കൈനീട്ടി തന്നെ സങ്കല്പിച്ചോ വാദത്തിന് വേണ്ടി.
ഉടുമ്പിന്റെ ഇറച്ചിലേക്ക് കൈനീട്ടി. എന്നാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിന് ഗൈബ് അറിയില്ല എന്നാണോ? അതുകൊണ്ട് ഗൈബ് അറിയില്ല എന്ന് കിട്ടുമോ? ഞാൻ ചോദിക്കട്ടെ, എന്റെ കണ്ണുകൊണ്ട് ഇപ്പൊ അടുത്തുള്ളത് കാണാൻ, കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാൻ എനിക്ക് കഴിയില്ലേ? കഴിയും. പക്ഷെ ചിലപ്പോ എന്റെ അടുത്തുള്ള ആള് സംസാരിക്കുന്നത് ചിലപ്പോ എന്റെ അടുത്ത് നിന്നെ പറഞ്ഞത് ചിലപ്പോ എനിക്ക് കേട്ടിട്ടുണ്ടാവില്ല. എന്തേ കാരണം? ഞാൻ വേറെ എന്തോ കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് എനിക്ക് കേൾക്കൂല. അല്ലേ? ചിലപ്പോ നമ്മുടെ ഭാര്യമാരെന്നെ ചൂടാവും, നിങ്ങൾക്ക് ഇതൊന്നും കേൾക്കുന്നില്ല പറഞ്ഞു, അടുത്തായിരിക്കും പറയാ. ഞങ്ങൾ വേറെ ആണുങ്ങൾ പലപ്പോഴും പല ചിന്തയിലായിരിക്കും. നമ്മൾ ചിലപ്പോൾ സ്ഥാപനത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാര്യമാർ ഇങ്ങനെ പുറപുറാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്താവൂല, ചിന്തിക്കൂല, അത് കേൾക്കൂല. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് പറയും. അതിന്റെ അർത്ഥം എനിക്ക് കാത് കേൾക്കുന്നില്ല എന്നല്ല, ഞാൻ പൊട്ടനാണ് അതിന്റെ അർത്ഥം, കെപ്പനാ അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ബുഖാരി ഹദീസിൽ കാണാം, ഇന്നഹു ലയുഗാനു അലാ ഖൽബി, എന്റെ കൽബിൽ അതേ അല്ലാഹുമായുള്ള ചിന്തയുടെ പ്രകാശം ഇങ്ങനെ മൂടും. അല്ലാഹുമായി ബന്ധപ്പെടുന്ന ചിന്തകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ പോലെയല്ല. അല്ലാഹുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ആ സമയത്തും ചിലപ്പോൾ മറ്റതിനെ പറ്റി ചിന്തിച്ചു കൊള്ളണമെന്നില്ല, മറ്റതിലേക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല, ഇൽത്തിഫാത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിനെ അറുക്കാൻ വേണ്ടി മൂർച്ചയുള്ള കത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മുറിയുന്നില്ല. എന്റെ കത്തിക്ക് മൂർച്ചയില്ല എന്നാണോ അതിന്റെ അർത്ഥം? കത്തിക്ക് മൂർച്ചയില്ല എന്നാണോ അർത്ഥം? അല്ല, അവിടെ അള്ളാഹുവിന്റെ മശീയത്തില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹുവിന്റെ മശീയത്തില്ലാത്തത് കൊണ്ടാണ് അവിടെ മുറിയാത്തത്, അല്ലാതെ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ടല്ല. ചിലപ്പോൾ നമുക്ക് പനിക്ക് വേണ്ടി മരുന്ന് കഴിക്കും, ഗുളിക വാങ്ങിക്കഴിക്കും, പക്ഷേ പനി സുഖമാകുന്നില്ല. മരുന്ന് കറക്റ്റാണ്, രോഗം പരിശോധിച്ചത് കറക്റ്റാണ്, എല്ലാം ശരിയാണ്, പക്ഷേ മരുന്ന് കഴിച്ചാൽ രോഗം സുഖമാകുന്നില്ല. എന്തേ കാരണം? മരുന്ന്, ആ കുടിച്ച ഗുളികയിൽ മരുന്നിന്റെ അംശം ഇല്ല എന്നതിന്റെ അർത്ഥമുണ്ടോ? ഇല്ല, മരുന്നിന്റെ അംശമുണ്ട്. യഥാർത്ഥ മരുന്ന് തന്നെയാണ്, ശരിയായ ഗുളിക തന്നെയാണ്, പക്ഷേ രോഗം സുഖമാവാത്തത് എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ മശീയത്തില്ലാത്തത് കൊണ്ടാണ്. ഏതിനും അല്ലാഹുവിന്റെ മശീയത്തുണ്ടാകണം. അതിന്റെ അർത്ഥം ആ മരുന്ന് മരുന്നല്ല എന്നല്ല, മരുന്നിന്റെ അംശം ഇല്ല എന്നല്ല, ഡോക്ടർ കൊടുത്തത് തെറ്റാണെന്നല്ല. ഡോക്ടർ ശരിയായ മരുന്ന് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്, കൊടുത്ത ഗുളിക ശരി തന്നെയാണ്, കുടിച്ചതും ശരി തന്നെയാണ്, പക്ഷേ അല്ലാഹുവിന്റെ മശീയത്തില്ലാത്തത് കൊണ്ട് സംഗതി നടക്കുന്നില്ല. ഇതുപോലെ ചിലപ്പോൾ ഏത് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടാകണമെങ്കിലും ഔലിയാക്കൾക്കുണ്ടാകണമെങ്കിലും അല്ലാഹുവിന്റെ മശീയത്തുണ്ടാകണം കേട്ടോ. അതിന്റെ അർത്ഥം നബി തങ്ങൾക്ക് ആ വിവരമില്ല എന്നല്ല, ഇൽമുൽ ഗൈബ്, ഗൈബ് അറിയാനുള്ള കഴിവില്ല എന്നല്ല, പറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവില്ല എന്നല്ല. ഞാൻ എന്റെ അടുത്തിരുന്നു കൊണ്ട് ചിലപ്പോ ഭാര്യ സംസാരിക്കുമ്പോൾ എനിക്ക് കേൾക്കുന്നില്ല, ചിലപ്പോ ശിഷ്യന്മാർ പറഞ്ഞത് എനിക്ക് കേൾക്കുന്നില്ല, അടുത്ത് തന്നെ പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം എന്റെ കാതിന്റെ കേൾവി ശക്തി പോയിട്ടുണ്ട് എന്നല്ല, ഞാൻ കെപ്പനാണെന്ന് അർത്ഥമല്ല, പൊട്ടനാണെന്ന് അർത്ഥമില്ല. കാരണം എന്തേ? എന്റെ ചിന്ത വേറൊരു സ്ഥലത്താണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമായി ധ്യാനിക്കുന്ന ആളാണ്, അല്ലാഹുവിന്റെ ചിന്തയിൽ മുഴുകുന്ന ആളാണ്. അതാണ് ഇന്നഹു ലയുഗാനു അലാ ഖൽബി. എന്താണ് ആ ഗൈറ്? മഹാന്മാർ വിശദീകരിച്ചത് കാണാം. ഹുവ ഗൈനു അൻവാർ ലാ ഗൈനു അഗിയാർ. അത് പ്രകാശത്തിന്റെ ഗൈറാണ്, മൂടിയാണ് കേട്ടോ. അല്ലാഹുമായി ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റതിലേക്കൊന്നും ഇൽത്തിഫാത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇതേതാണെന്ന് ചിന്തിച്ചു കൊള്ളണമെന്നില്ല. കാരണം ആ ഹാലത്തിനേക്കാൾ ഉയർന്ന ഹാലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുകിയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അത്തരം സംഭവങ്ങൾ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപമാനിക്കാനോ
ചെറുതാക്കാനോ നബിയുടെ പവറിനെ ഇല്ലാതാക്കാനോ മൗലവിമാരെ നിങ്ങളെ നമ്മൾ സമ്മതിക്കൂല. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഉണ്ടാകുന്ന കാലത്തോളം നമ്മുടെ ഹബീബായ മുത്തുനബിയെ ചെറുതാക്കാനും അവരെ അപമാനിക്കാനും പരിഹസിക്കാനും നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല, നിങ്ങളൊക്കെ ഞങ്ങള് അതിനവസരം തരൂല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ചെറുതാക്കിയോ, നബിനെ നിസ്സാരപ്പെടുത്താൻ നോക്കി, ഞങ്ങള് ഒരിക്കലും വിടൂല. നിങ്ങള് ഞങ്ങളെ ഹബീബാണ്, ഞങ്ങളുടെ കരളിന്റെ കഷ്ടമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങള്. ഇത്തരം ചില ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് നബിനെ ചെറുതാക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കൂല മക്കളെ. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുക്കളാണ്. നബിനെ അപമാനിക്കുന്ന ആൾ എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തെല്ലാം സംഭവങ്ങളാ നിങ്ങൾ പറഞ്ഞത്, എന്തെല്ലാം കണ്ടുപിടുത്ത. ഒരു മൗലവി പറയാ സുബ്ഹാനല്ലാഹ്, ഉടുമ്പന്റെ കഥ പറഞ്ഞതുപോലെ വേറൊരു മൗലവി പറയുന്ന കേട്ടോ, നബി തങ്ങൾക്ക് എത്രത്തോളം നബി തങ്ങൾ ദുർബലനാണെന്ന് പറഞ്ഞാല് കാലിന്റെ അടിയിൽ തീട്ടുണ്ടെങ്കിൽ അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു 5 വയസ്സുള്ള കുട്ടിന്റെ കാലിന്റെ അടിയിൽ തീട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അറിയൂലേ? ആ കുട്ടികൾ അത്ര പോലും കഴിവില്ലാത്ത ആളാണ് മുഹമ്മദ് നബി എന്ന് മൗലവിമാര് പച്ചക്ക് പറയാ. ഇവർ വേറെ വല്ലതും പറയാതിരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ പറയുന്നത് കേട്ടോളൂ. സുല്ലമി പറയുന്നത്, അതോ മുസ്ലിയാക്കന്മാര് പറയും പോലെ നബി നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അസാധാരണക്കാരന് സാധാരണ കൈകൊള്ളുന്നതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. മുഹമ്മദ് ഒരിക്കൽ നിസ്കരിക്കുക, ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കുറെ ആയപ്പോ നബി ചെരുപ്പ് വാരി എറിഞ്ഞ് സഹാബത്തിൽ ഊരി എറിഞ്ഞ് നിസ്കാര ശേഷം എന്താണെന്ന് ചോദിച്ചു. നബിസാസം പറഞ്ഞു, എനിക്ക് പറഞ്ഞ വഹി ഇറക്കി ആ ചെരുപ്പിന് ചുവട്ടില നജസ് ഉണ്ട് എന്നുള്ളത്. നജസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണ്, എന്തിന് നിങ്ങൾ എറിഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ നബി എത്തിപ്പാകിക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ചെരുപ്പിന്റെ താഴെ നജസ് വരെ മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചോ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചു വരും. എങ്ങനെയൊക്കെ മാസന അല്ലെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ചെരുപ്പിന്റെ അടിയുള്ള നജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു വരും. പക്ഷെ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അപ്പൊ ഒരിക്കലും ഇതൊക്കെ ചൂഷണം ചെയ്യാ സുഹൃത്തുക്കളെ. എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ, അയാൾ പറഞ്ഞെന്താ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചെരുപ്പിട്ട് നിസ്കരിച്ചു. ഇടക്ക് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ കാലിന്റെ അടി ചെരുപ്പിൽ നജസ് ഉണ്ട്, മാറ്റി വെക്കണം, ഊരി വെക്കണം. ആ സമയത്ത് ഊരി വെച്ചു. ഇത് പറഞ്ഞിട്ട് കണ്ടുപിടിക്കുന്നത് ഇസ്തിംബാത്തിയായ മൗലവിമാർ. എന്ത്? കാലിന്റെ ചെരുപ്പിന്റെ അടിയിൽ കാഷ്ടം ഉണ്ടായിട്ട് പോലും മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചില്ല. ഞങ്ങൾക്കെങ്കിലും അത് സാധിക്കായിരുന്നു. മുഹമ്മദ് നബിക്ക് അത്രത്തോളം കഴിവില്ലാത്ത ആളാണ്. എന്തൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചു. ഇവർ മുസ്ലിമീങ്ങളാണോ അല്ല യഹൂദികളാണോ? ഇവര് ജൂതന്മാരാണോ അല്ല മുസ്ലിമീങ്ങളാണോ? ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇത്രമാത്രം മികറ്റി താത്തി സംസാരിക്കുന്ന ഈ കൂട്ടർക്ക് ഇവർക്ക് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ സ്ഥാനം കൊടുക്കാൻ പറ്റുമോ? എന്തൊരു നിസ്സാരപ്പെടുത്തലാണിത്. ഒരു 4-5 വയസ്സുള്ള ചെറിയ കുട്ടി പോലും പറയില്ലേ, ഉമ്മ എന്റെ കാലിൽ കാഷ്ടമുണ്ട്. അത്ര പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ദുർബലനായിരുന്നു മുഹമ്മദ് നബി എന്ന് പച്ചക്ക് പ്രസംഗിക്കുകയും മൗലവിമാർ. എന്നിട്ട് ഇവർക്ക് തൗഹീദാണ് പോലും, ഖുർആൻ ഹദീസാണ് പോലും. ഈ ലക്ഷണം കെട്ട വൃത്തികെട്ട മൗലവിമാർ ഇവർ മുസ്ലിമീങ്ങളാണെന്ന് ഇവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ഇവർ എണ്ണുന്നത് സംശയമാ. ഇവർ എവിടുന്നോ ജൂതന്മാരുടെ അവരുടെ ചാരന്മാരാണെന്ന് നിങ്ങൾ സംശയിക്കുകയാ. തൗഹീദാണ്. എന്ത് വലക്ക തൗഹീദ്? നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്തിട്ട്. എന്നിട്ട് വേറൊരു മൗലവിയുണ്ട് നമ്മളെ കർണാടകത്തിൽ. അയാൾ പറയുന്നു മുഹമ്മദ് നബിക്ക് അബൂജഹലിന്റെ അത്ര പോലും ഇൽമില്ല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉത്ബത്ത് ശൈബത്തിന്റെ അത്ര പോലും ഇൽമില്ലാത്ത ജാഹിലായിരുന്നു മുഹമ്മദ് നബി. കണ്ടോ, ഒരു മൗലവി പറയാണ് ഇവിടുന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ആലിമൈത്തി ഏത് മുഫസ്സിർ ചൊല്ലുന്നു? ഖുർആനിൽ അല്ലാഹു തആല சொல்ற അജ്ഞാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല சொல்ற അജ്ഞാനി. ഇനി ജ്ഞാനി ചൊല്ലുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് തരും. ഇയാൾക്ക് തെളിവ് വേണമല്ലോ. എന്തിന്? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിരുന്നു എന്നതിന് ഞങ്ങൾ തെളിവ് കൊടുക്കണല്ലോ. എന്ത്? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിരുന്നു എന്നതിന് ഞങ്ങൾ തെളിവ് കൊടുക്കണോ? മുഹമ്മദ് നബിക്ക് ഇൽമുണ്ടായിട്ടില്ല, ജാഹിലാണ്.
ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ കൂട്ടരെ ബാക്കിന്ന് പോയാൽ നിങ്ങൾക്ക് ദുനിയാവ് ആഖിറ ഉണ്ടാവൂ. റസൂലുള്ളാഹിനെ ജാഹിൽ എന്ന് വിളിക്കുക, ഇൽമില്ലാത്ത ആളാണെന്ന് വിളിക്കുക, പച്ചക്ക് മൗലവി. ഇയാൾക്ക് തെളിവ് വേണമല്ലോ. തെളിയല്ല, അരിക്കേച്ചിയാ കൊടുക്കേണ്ടി ഇയാൾക്ക്. ബാക്കി പറയും. നബി ഇൽമുണ്ടാ? നബിക്ക് നബിക്ക് ഇൽമുണ്ടാ? നബി ആലിമ? നബി അബൂജഹൽ ഇല്ലെങ്കിൽ ഉത്തുബ ഷൈബ ബാക്കിന്നങ്ങ ഇൽമിന്നത്ര നബിക്ക് ഇൽമുಂತ ഇല്ല. അബൂജഹൽക്കും ഉത്തുബത്തുക്കും ഷൈബത്തുക്കും ഉണ്ടല്ലേ ഉള്ള ഇൽമുര കാಂತಿ ಯಾರ ಇಲ್ಮುಂಡು ಚೊಂತು ನಿಂಗ ಏದ್ರ ಅಡಿസ്ഥാനത്തിൽ നന്റെ നിങ്ങ ഗണ്ണിച്ചോണ്ടുള്ളൂ. ഇത് തസ്ലീം മൗലവി എന്ന് പറയുന്ന കർണാടകത്തിലെ മൗലവിയാണ് ഇയാളെ പറയുന്നത്. നബിക്ക് ഇൽമുണ്ടാ? നബിക്ക് അറിവുണ്ടാ? അബൂജഹൽ എത്ര ഇൽമുണ്ടായിരുന്നു? എന്ത് തെളിവുണ്ടാ ഞങ്ങൾ പറയുന്നത്? അനമദീനത്തുൽ ഇൽമി വാലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഇൽമിന്റെ വലിയ ബജാറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വാഖൻ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ കറമി. ലോകത്ത് ഒരു നബിയും നബിന്റെ ഇൽമിന്റെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അബൂജഹലിന്റെ അത്ര പോലും ഇൽമില്ല, ഉതുബത്തിന്റെ പോലും ഇൽമില്ല എന്ന് പറയുന്ന ഈ കൂട്ടര് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമായിരുന്നില്ല എന്ന് പറയുന്നതിൽ അത്ഭുതമുണ്ടോ?